آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك بكل اسم هو لك سميته على نفسك وأنزلته في كتابك وعلمته أحدا من خلقك أن تجعل القرآن ربيع قلوبنا وجلاء أحزاننا وذهاب همنا وغمنا، وأن تجعل القرآن مونسا في قبورنا وشفيعا في آخرتنا، وارزقنا تلاوة القرآن آناء الليل وأطراف النهار، وجعل القرآن لنا حجة وشفيعا يوم الفزع الأكبر يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين برحمتك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني ذل في ضلال مبين. بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. വന്നു മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ അങ്ങേ ഭാഗത്ത് നിന്ന് റജുലൻ ഒരാൾ യസ്അ അധ്വാനിച്ച് ഓടിക്കൊണ്ട് വന്നു. കാല ആ ആള് പറഞ്ഞു യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ നിങ്ങൾ മുർസലീങ്ങൾക്കാണ് വഴിപ്പെടേണ്ടത്, പിൻപറ്റേണ്ടത്. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക മല്ലാ യസ്അലുക്കും മൻ, ചില ആളുകൾക്ക് ലാ യസ്അലുക്കും അവർ നിങ്ങളോട് ചോദിക്കുകയില്ല അജ്റൻ കൂലിയെ, വഹും മുഹ്തദൂന അവരാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവർ എന്ന്. വമാലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. വമാലിയ ലാ അഅ്ബുദു ഞാൻ ആരാധിക്കാതിരിക്കാൻ എന്താണ് ന്യായം? അല്ലദീ ഒരുത്തനെ ഫതറനി എന്നെ സൃഷ്ടിച്ചവനായ, ഞാൻ എന്നെ സൃഷ്ടിച്ച ഒരുത്തനെ ആരാധിക്കാതിരിക്കാൻ എന്തിന് ന്യായമുള്ളത്? വഇലൈഹി തുർജഊൻ അവങ്കലേക്കാണ് എന്നെയും നിങ്ങളെയും മടക്കപ്പെടുക, ആളെ തന്നെയല്ലേ ആരാധിക്കേണ്ടത് എന്ന് ആര് വന്ന് പറഞ്ഞു? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. വളരെ ചിന്തിക്കണം. ഈ പാഠത്തിലെ ഏറ്റവും സമർത്ഥമായ ഒരു പാഠം നാസറില്ലാതെ ഒരു ഹക്കും മുടങ്ങിപ്പോവുകയില്ല എന്നാണ്. ഹക്കാണെങ്കിൽ ഹക്കിന് നാസർ ഉണ്ടാവും, സഹായി ഇല്ലാത്ത ഒരാൾ ഒരൊന്നും ഉണ്ടാവില്ല. വൈൻകാനോ കലീലീന, അത് കുറഞ്ഞ ആളെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉണ്ടാവും. ഏതൊരു കാലഘട്ടത്തിനാണെങ്കിലും ഏതൊരു സമാനാണെങ്കിലും മക്കാനാണെങ്കിലും ഹക്കിന് നാസർ ഉണ്ടാവും. ഹക്കിന് നാസർ ഇല്ലാതെ ലോകത്തിന്റെ വലായ പൂർത്തിയാവില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാഠം. ഇത് ഈ ലോകത്തെ മൊത്തം കഥകൾ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട സൂറത്തു യാസീൻ. ഏത് കാലഘട്ടത്തിലും സത്യം കൊണ്ട് എണീറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ട്. എന്താണ് ഏറ്റവും വലിയ പാഠം? ഇത് തന്നെയാണ്. ഒരിക്കലും ഒരു സത്യത്തിൽ സഹായി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സത്യം ഉണ്ടോ സഹായം ഉണ്ടോ, പക്ഷെ എന്താകണം? സത്യമാണ്. സത്യം ഉണ്ടെങ്കിൽ സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും. ഖലീലാവും ആയിക്കോട്ടെ, ഖലീലാവും ആയിക്കോട്ടെ, നാസറില്ലാത്ത സഹായില്ലാത്ത ഒരു ഹക്കുണ്ടാവില്ല. ഹക്കുണ്ടാവും, സഹായം ഉണ്ടാവും.
നമുക്കൊരു സഹായം ഇല്ലെങ്കിൽ നമ്മൾ സംശയിക്കണം. എന്ത് ഞാൻ പറഞ്ഞത് ഹക്കല്ലേ? ഹക്കാണെങ്കിൽ എന്തുണ്ടാവും? സഹായം ഉണ്ടാവും. വൈകാനു കലീലീന, അവർ വളരെ കുറഞ്ഞവരാണെങ്കിലുണ്ടാവും. ഒരിക്കലും ഇല്ലാതിരിക്കില്ല. ഈ സൂറത്തിലെ ഏറ്റവും വലിയ ഒരു പാഠം ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന പാഠമാണ്. ഒരു കാലത്തോ ഒരു സ്ഥലത്തോ ഒരിക്കലും ഒരു ഹക്ക് സഹായേ ഇല്ലാതെ ഒഴിവാവുകയില്ല. എന്താണ് ഇതിന്റെ ഖുലാസത്തുൽ കലാം? സഹായം ഇല്ലാത്തൊരു സത്യം ഉണ്ടാവില്ല. സത്യം ഉണ്ടോ? സഹായം ഉണ്ടാവും, പക്ഷെ വളരെ കലീലാവും. ആയിക്കോട്ടെയോ, അവര് വേറുള്ളൊരു കൊല്ലും കൊന്നോട്ടടോ. കൊല്ലെന്നുള്ളൊരു സംഭവം അല്ലല്ലോ, കൊന്നിട്ടില്ല മരിക്കണ്ടേ. ഒരാളെ കൊന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ മരിച്ചോനൊന്നും സംഭവിക്കണില്ല, കൊന്നോനെ സംഭവിക്കണുള്ളൂ. കാരണം അവൻ അള്ളാഹു പൊറുക്കാത്ത, ഇവൻ പൊരുത്തപ്പെടാതെ അള്ളാഹ് പൊറുക്കാത്ത ഒരു പാപം ആര് ചെയ്ത്? കൊന്നോൻ ചെയ്ത്. മരിച്ചോനൊന്നുമില്ല. മരിച്ചവന് ഏത് ദിവസം ഏതായാലും മരിക്കേണ്ടത്. അതുകൊണ്ട് അജലും അല്ലേ. അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് മുമ്പ് കൊല്ലാൻ ഒരാൾക്ക് കഴിയോ? ഇല്ല. നിങ്ങൾ ഉറങ്ങാതെ ചിന്തിക്ക്. ഒരാളെ കൊന്നത് കൊണ്ട് മരിച്ചോന് നഷ്ടമില്ല. മരിച്ചോന്റെ അജൽ അതാണ്. അന്ന് ഒരാൾ കൊന്നിട്ടില്ലെങ്കിൽ അവൻ വെള്ളത്തിൽ വീണ് മരിച്ചു. അന്ന് ഒരാൾ അവനെ കൊന്നിട്ടില്ലെങ്കിൽ ഇടിയൊട്ടി മരിച്ചു. അന്നൊരാൾ അവനെ കൊന്നിട്ടില്ലെങ്കിൽ പാമ്പ് അടിച്ചു മരിച്ചു. പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ നിന്ന് പാമ്പ് ഇല്ലേ? ഉണ്ടായിട്ടില്ലേ? കിടന്ന കട്ടിലിൽ പാമ്പ് കയറിയിട്ടില്ലേ? നമ്മളെ കണ്ടിട്ടില്ലേ? കടിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അറിഞ്ഞാളെ വെത്തനുണ്ട്. ഒക്കെ വൃത്തിയായി കിടന്നുറങ്ങി. പിന്നെ അവസാനം കൊണ്ട് വന്ന് അങ്ങനെയുണ്ട്. പൂച്ചമരം വന്ന് ചാടി, പാമ്പിനെ കൊണ്ടാ പൂച്ച ചാടിയത്. പൂച്ചയല്ലേ ചാടുന്നത് ശ്രദ്ധിച്ചില്ല. പൂച്ചന്റെ വായില് പാമ്പുണ്ടായിരുന്നു. പാമ്പടടിച്ച് പുതിയാപ്പിളയും പുതിയണ്ണം കിടക്കണം കൊടുത്തുന്നത് പാമ്പടടിച്ച് മരിച്ചു. ആ രാത്രി മരിച്ചു ഈ പുതിയാപ്പിള. ആരോഗ്യത്തിലുള്ള കാത്തനായ ചെറുപ്പക്കാരൻ. അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. ജനലിലൂടെ വേനൽക്കാലാണ്, ജനൽ തുറന്നിട്ട് കിടന്ന്, മനസ്സിലായില്ലേ? പൂച്ച ചാടിയപ്പോ ഇരുട്ടല്ലേ, പൂച്ചന്റെ വായിൽ പാമ്പുണ്ടായിരുന്നു. പാമ്പിനെയും കടിച്ചുകൊണ്ടാണ് പൂച്ച ചാടിയത്. ചാടിയ ചാട്ടത്തിൽ പൂച്ചന്റെ വായിൽ നിന്ന് പാമ്പിന്റെ പിടുത്തം വിട്ടിട്ടുണ്ടാവും. പിന്നെ പാമ്പ് നേരെ കിടക്കിലൊക്കെ വീണത്. എന്തായി? അതടിച്ചു. ആ രാത്രി ഭാര്യയും ഭർത്താവ് മരിച്ചു. ആ രാത്രി മരിച്ചു. അവധിയെത്തിയാൽ ഒരാളെ അള്ളാഹു പിന്തിപ്പിക്കൂല. അപ്പൊ ഒരാളെ കൊന്ന് എങ്കിൽ മരിച്ചോനൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം മരിച്ചോന്റെ അജല് അന്നാണ്. പിന്നെ കൊലപാതകം കൊണ്ടുണ്ടാവുന്ന വേദന എന്താണ്? അതന്നെയാണ് ഏത് മരണത്തിന്റെ വേദന. അതിമൊരൊന്നുമില്ല അല്ലേ? പറയും കുട്ടികളെ, കൊലപാതകത്തിന്റെ വേദനയും അല്ലാത്ത മരണത്തിന്റെ വേദനയും ഒന്നാണ്. അതെന്ത് വിഷയം? രണ്ട് നിലക്കാണ് മരണം. രണ്ട് നിലക്കാണ് മരണം. ഒന്ന്, റൂഹിന് സമ്മതം ചോദിക്കാതെ പിടിച്ചു കൊണ്ടുപോകും സയ്യിദുനാ ഇസ്രാഈൽ. അതാണ് വല്ലാത്ത വേദന. രണ്ടാമത്തെ സാവകാശം പിടിക്കും. അങ്ങനെയുണ്ട്. അത് വേദന ഉള്ളതായിട്ടും അനുഭവപ്പെടും, വേദന കുറഞ്ഞതായിട്ടും അനുഭവപ്പെടും. അള്ളാഹു തആല നല്ല നിലക്ക് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ കുട്ടികളെ, ഒരാളെ കൊന്നാൽ മരിച്ചവനൊന്നും വരാൻ പോണില്ല. മരിച്ചവൻ അതെന്റെ അവജലാണ്, ഒരു അവസാനാണ്. നഷ്ടം ആർക്കാണ്? ഒന്നോനാണ്, ഓനാണ്. ലോകത്തെ ആദ്യത്തെ കൊലയാളിയെ പറ്റി ഖുർആൻ പറഞ്ഞത് ഫഅസ്ബഹ മിനൻ നാദിമീൻ, പിന്നെ അവൻ ഖേദിക്കുന്നവനായി മാറിയെന്നാണ്. ആര്? ഖബീൽ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, പിന്നെ അവൻ ഏറ്റവും വലിയ ഖേദിക്കുന്നവനായി മാറി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുഞ്ഞുമക്കളെ, പേടിക്കണ്ടടാ. ഒരാൾ മരിച്ചെന്നെ കൊന്ന് എന്തിടൂ? ഒന്നുമില്ല, ഇതിലൊന്നും സംഭവിക്കാനില്ല. മരിക്കാൻ നേരത്തെ പിന്നെയും പറഞ്ഞ ഹാബീൽ, എന്നെ കൊല്ലണ്ട ജ്യേഷ്ഠ, ഇജി എന്നെ കൊണ്ട് കുടുങ്ങും, ഇജി കൊല്ലണ്ട.
ഇതിന്റെ നിയമമല്ല, അത് അള്ളാഹിന്റെ നിയമം. ബാപ്പ പറഞ്ഞതാണ്, നിന്റെ ഉത്തരവാദിത്തത്തിലല്ല. എനിക്ക് നിശ്ചയിച്ച പെണ്ണിനെ ഞാനും നിനക്ക് നിശ്ചയിച്ച പെണ്ണിനെ ഈ കല്യാണം കഴിക്കണമെന്ന് ബാപ്പ തീരുമാനിച്ചാണ്. അതൊന്നാലും ശരിയായിട്ടാണ്. എന്റെ മേലെ ചാടിയിട്ട് കാര്യമല്ല. കൊല്ലണമെന്ന് അവന്റെ നഫ്സ് അവന് കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. നഫ്സ് എപ്പോഴും ശൈത്താന്റെ കൂടെ ഇരിക്കും. അതാണ് വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമ ഫഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. ശൈത്താനും ഭയപ്പെടരുത്, നഫ്സിനും ഭയപ്പെടരുത് പറഞ്ഞത്. നഫ്സ് മനുഷ്യനെ ചതിക്കും. നഫ്സാണ് പറഞ്ഞു കൊടുത്തു, സാരല്ല, അവിടെ ഒന്നാളാണ് കൊയിച്ചിട, ആരും അറിയില്ല, ഓന്റെ പെണ്ണുങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യാം. അതിന് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്തു? കൊലപാതകം നടത്തി. കൊലപാതകം നടത്തിയിട്ട് കൊന്ന തടി എന്ത് ചെയ്യണമെന്നറിയാതെ ഫഹമല അഖാഹു സനതൻ കാമില, ഒരു കൊല്ലം ഏറ്റി നടന്നു. ആര്? ഖാബീൽ. ഒരു കൊല്ലം ഏറ്റി നടന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു തആല ഒരു കാക്കയെ കാണിച്ചു കൊടുത്തു. ആ കാക്ക എന്തുണ്ട്? വേറൊരു കാക്കയുടെ ജഡം മണ്ണിൽ മാതി കുഴിച്ചെന്ന് കണ്ട് പറഞ്ഞു, വാ എന്റെ നഷ്ടമേ, യാ വൈലത്താ, എന്റെ നഷ്ടമേ, ഈ കാക്കയുടെ ബുദ്ധി പോലും എനിക്ക് ഉണ്ടായിപ്പോയില്ലല്ലോ. അപ്പോഴത്തിന് ഏറ്റി എത്ര സനതൻ കാമില, ഒരു കൊല്ലം ഏറ്റി. ഒരു കൊല്ലം ഏറ്റാണ്. എന്താ പറഞ്ഞ്? ജ്യേഷ്ഠൻ അനുജന്റെ തടിയേറ്റി നടന്നു കാബീൽ. എത്ര? ഒരു കൊല്ലം ഏറ്റാണ്. കൊന്നോ കുടുങ്ങിയെന്നല്ലാതെ ഹാബീലല്ലേ എത്തിയിരുന്ന വന്നേ. ഇവിടെ ഏറ്റുന്നത് ഹാബീലിനല്ല, ഹാബീലിനെ ചൂടാറിയ ജസദ. ഹാബീൽ എന്നോ എവിടെ തിരുണ്ടാവും? പാറക്കുട്ടി എവിടെ തിരുണ്ടാവും? ഇല്ലീനിൽ തിരുണ്ടാവും. ദുന്യാവിൽ ആദ്യം മരിച്ച മനുഷ്യനല്ലേ, ഇല്ലീനിൽ തിരുണ്ടാവും. ശരിയാത്തിനും വാപ്പാക്ക് വഴിപ്പെട്ട ആളല്ലേ, അള്ളാഹ്ക്കും അള്ളാഹ് റസൂലായ വാപ്പാക്കും നബിയായ ആദമിനും വഴിപ്പെട്ട ആളല്ലേ. മനസ്സിലായ കുട്ടികളെ? ആ മനുഷ്യൻ എവിടെ പോയിട്ടുണ്ടാവും? എത്തിയിട്ടുണ്ടാവും. നഷ്ടാർക്ക് വന്നു, ഖാബീലിന് വന്നു. പടച്ചോൻ കാക്കട്ടെ. ആ നഷ്ടം ഇന്നുണ്ട്. മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമ ലവലി കിഫ്ലും മിൻ ദമിഹി ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല ഖാല റസൂലുള്ളാഹി. ദുനിയാവിൽ എന്നൊരു കൊലപാതകം നടന്നാലും ഒരു കുറ്റം ഖാബീലിന. മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമ ലവലി കിഫ്ലും മിൻ ദമിഹി. ലോകത്ത് ഏതൊരു കൊലപാതകം നടന്നാലും അതിൽ ഒരു ഉത്തരവാദിത്തം ഇപ്പോഴും ഖാബീലിനുണ്ട് എന്ന് പുണ്യനബി. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല, കൊലപാതകം ആദ്യമായി ഉണ്ടാക്കിയവൻ ഖാബീലാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓൻ നഷ്ടപ്പെട്ടു, മരിച്ചവൻ എന്താ? അതുകൊണ്ട് കുട്ടികളെ, നന്മക്ക് വേണ്ടി അധ്വാനിച്ചവൻ മരിച്ചു, കൊന്നു, അതിലെന്താടാ? ഒന്നുമില്ല. മറ്റവും കൊടുങ്ങും, നമുക്കൊന്നും വരാൻ പോണില്ല. അതുകൊണ്ട് കുട്ടികളെ, സത്യത്തിന് മേൽ എല്ലാവരും ഉറച്ചു നിൽക്കണം. സത്യമാണ് വിഷയം. സത്യത്തിന്റെ മേൽ അതിന്റെ മേൽ മരിച്ചാലോ ഒരു നഷ്ടമില്ല, ഒരു ചീള് നഷ്ടമില്ല. സത്യത്തിന്റെ മേൽ ഒരാൾ മരിച്ചാൽ നഷ്ടമില്ല, എന്തുണ്ടേനും ലാഭമുണ്ട്. മനസ്സിലായില്ല? ഒരാൾ സത്യത്തിന്റെ മേൽ ഷഹീദായി മരിച്ച്, ഒരാൾ ആദിയായി മരിച്ച്, ആദിയായിട്ട് മരിച്ച്, സാധാരണ മരിച്ച്, ഒരാൾ സത്യത്തിന്റെ മേൽ ഷഹീദായി മരിച്ച് എങ്കിൽ അതിന്റെ മേൽ മരിച്ചാലോ ഒരു നഷ്ടമില്ല, ഒരു ചീള് നഷ്ടമില്ല. സത്യത്തിന്റെ മേൽ ഒരാൾ മരിച്ചാൽ നഷ്ടമില്ല, എന്തുണ്ടേനും ലാഭമുണ്ട്. മനസ്സിലായില്ല? ഒരാൾ സത്യത്തിന്റെ മേൽ ഷഹീദായി മരിച്ച്, ഒരാൾ ആദിയായി മരിച്ച്, ആദിയായിട്ട് മരിച്ച്, സാധാരണ മരിച്ച്, ഒരാൾ സത്യത്തിന്റെ മേൽ ഷഹീദായി മരിച്ച് എങ്കിൽ നീ രണ്ടാളെ അള്ളാന്റെ കൂടെ കൊണ്ടുവരും. ആദ്യമായി മരിച്ച ആളോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും പൂതിയുണ്ടോ? അവ പറയും, അള്ളാഹുവേ പൂതിയൊന്നുമില്ല, എന്റെ മഗ്ഫിറത്തേ പൂതിയുള്ളൂ. ഷഹീദായി മരിച്ച ആളെ കൊണ്ടുവരും. അത്തൊഹിബു ഷൈഅ, നിനക്ക് ഞാൻ വിധി എഴുതാൻ പോവാ, നിനക്ക് എന്തെങ്കിലും പൂതിയുണ്ടോ? ആര് ചോദിക്കും? അത് അപ്പോൾ പറയും, ഞാൻ ഉണ്ട്.
അൻ തുറജ്ജിഅനി ഇല ദുനിയാ മിഅത മറ വനുഖാതില വനുഖ്തല ഫീ സബീലിക്. ഒരു 100 വട്ടമെങ്കിലും ഇനിയും നീ എന്നെ ദുനിയാവിലേക്ക് മടക്കുക. ഓരോ വട്ടവും നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, ഓരോ മർട്ടവും ഷഹീദാവുക. അങ്ങനെ 100 വട്ടെങ്കിലും ദുനിയാവിലേക്ക് മടക്കി 100 വട്ടം ഷഹീദാകാൻ എനിക്ക് പൂതിയുണ്ട്. ഷഹീദ് പറയുമെന്ന് പുണ്യ റസൂൽ. യാ അല്ലാഹ്, പറഞ്ഞത് നല്ല ഉഷാറിലിരുന്നാലേ പറഞ്ഞുള്ളൂ, നല്ല ഫോമിലിരിക്കണം. അങ്ങനെയുള്ള ചില വിവരം എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണത്. നിങ്ങൾ നല്ല ഉറങ്ങിയാൽ പറ്റൂല. വേറൊരു ലോകമുണ്ട്, ഷഹീദ്മാർ താമസിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം നമുക്കറിയില്ല, അത് വേറൊരു ലോകം. അതാണ്, അത് വേറൊരാൾക്കും ആ ലോകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനത്തെ ലോകമുണ്ട്. അവിടെ എവിടെയാണ് ആര് താമസിക്കുക? ചെയ്തായ ആളുകൾ താമസിക്കുക. ആ ലോകത്തെ അവർക്ക് കിട്ടുന്ന ആനന്ദം വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവര് പിന്നെ അള്ളാഹിനോട് എന്ത് പറയണത്? പഠിച്ചവന് വേഗം സ്വർഗത്ത് കടത്തുന്നല്ല, ആ ലോകത്ത് പൂർത്തിയായിട്ട് പൂതി കഴിഞ്ഞിട്ടില്ല, ഇനിയും മരിച്ചാ പിന്നെ അവിടേക്കല്ലേ ചാട്. നിങ്ങളെല്ലാം ഫോമിലല്ലേ? ആ, ഇതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം കുട്ടികളെ? വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ. അവർ ജീവിക്കുകയാണ്. വലാകിൻ ലാ തശ്ഉറൂന. അവർ ജീവിക്കുന്ന ലോകത്തെ പറ്റി നിങ്ങൾക്കൊരു ബോധവും ഇല്ല. അത് വേറൊരു ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മുക്കത്ത് പറഞ്ഞു കൊടുത്തിരുന്നു അതിൻ്റെ ചില രഹസ്യങ്ങൾ. വേറൊരു ലോക. ആ ലോകത്ത് ഭയങ്കര ലോകമാണത്. ആര് ജീവിക്കുന്ന ലോകം? ശ്രോതാക്കൾ. നിങ്ങൾക്ക് മനസ്സിലാവണട്ടാ, ആടാ മരിച്ചുപോയ മുഅ്മിനീങ്ങളൊക്കെ ഇല്ലീനിൽ ജീവിക്കുന്നല്ലേ? എടാ മരിച്ചുപോയ നല്ല മനുഷ്യന്മാരൊക്കെ ഇല്ലീനിൽ ജീവിക്കല്ലേ? പിന്നെന്താടാ ശ്രോതാക്കൾ ജീവിക്കാന്നാണ് അർത്ഥം. അത് വേറൊരു ലോക. ആ ലോകം ഇവനല്ലാത്തൊരാൾ കാണാനല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ലേ? അത് വേറൊരു ലോക. ആ ലോകം വരെ എല്ലാവരും ഒരാൾ കാണൂല. അത് തന്നെ ഇവരെല്ലാരും സ്വർഗത്തിലെത്തും. അപ്പൊ ഈ കൂട്ടർ ഇരുന്ന് അങ്ങനെ പറയും ആ ലോകത്ത് കണ്ട സുഖങ്ങള്. ഒരാള് ഒരു അറബി വന്നിട്ട് എന്ത് ചെയ്ത് 10 ആളെ ഇവിടുന്ന് ബോംബെന്ന് 10 ആളുകളെ പിന്നെ ഒക്കെ ഇന്റർവ്യൂ നടത്തി അറബിന്റെ കമ്പനിയിലേക്ക് പാസ്സാക്കി കൊണ്ടുപോയി. ജിദ്ദയിൽ പോയി ഇറങ്ങിയപ്പോൾ 7 ആൾക്ക് റൂം എടുത്തു കൊടുത്ത് ചോറും ചായയൊക്കെ ആക്കി കൊടുത്ത് കമ്പനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, ഇവിടെ ഇരുന്നോളിട്ടാണ് 7 ആളെ. 3 ആളോട് പറഞ്ഞ് പോയിരുന്നാണ് അവിടെ കൊണ്ടുപോയി. അവരെ ലണ്ടൻ, സ്കോട്ട്ലൻഡ് ഇവിടെയൊക്കെ കാണിച്ചു കൊടുത്ത്. ഈ 10 ആളെ കൂട്ടത്തിൽ അറബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആള്. അങ്ങനെ പേര് മടങ്ങിയെന്ന്. പിന്നെ എല്ലാവരും കമ്പനിയിൽ പണിക്ക് കയറുമ്പോൾ ഈ 7 ആളോട് ഇനി മറ്റൊരു 3 ആൾ പറയും, പഠിച്ചോനെ നമ്മളാ വന്ന ദിവസമാണ് ദിവസം. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ സ്ഥലം ഈ മറ്റേ 7 ആള് കണ്ടിട ഇനി കാണാനും പോണില്ല. ശ്രോതാക്കളും സ്വർഗത്തിലെത്തും, വേറെല്ലാവരും സ്വർഗത്തിലെത്തും. ശ്രോതാക്കൾക്ക് കുറച്ച് വർത്താനം പറയാനുണ്ടാവും, അത് ഇവിടെ വേറൊരാൾക്കും പറയാൻ കഴിയില്ല. ശ്രോതാക്കൾ ജീവിക്കുന്ന അതിന്റെ മഹനെന്താ? പറഞ്ഞത് മനസ്സിലായോ? അത് വേറൊരു ലോക. ആ ലോകം വേറൊരാൾക്കും കാണാൻ സാധ്യല്ല. അവർ മരിച്ചാൽ നേരെ അവർക്കത് ചാടുക. അതാണ് അള്ളാന്റെ കോടതിനെ വിധിക്കാൻ ഒരുങ്ങുമ്പോ ചോദിക്കും, നിനക്ക് എന്തേലും പറയാണ്ടോ, ആവശ്യമുണ്ടോ? ഉണ്ട്. സ്വർഗം കിട്ടാനില്ല, സ്വർഗത്തേക്ക് പോകാനല്ല. എവിടേക്ക് പോവുക? ദുന്യാവ് പോവുക. അന്നെ യുദ്ധം ഉണ്ടാവുക, അന്നെ മരിക്കുക, അന്നെ ഇങ്ങടി ആടുക. പിന്നെയും പറഞ്ഞത് മനസ്സിലായോ? പിന്നെ വിചാരണ കുളിക്കുക. പിന്നെ ഞാൻ എന്നോട് പറയാ ഒന്നുകൂടെ. അങ്ങനെ എത്ര വട്ടെങ്കിലും, 100 വട്ടെങ്കിലും. ഇതാണ് എന്റെ മോഹമെന്ന് ശുഹദാക്കൾ പറയുമെന്ന് പുണ്യ റസൂൽ. കുട്ടികളെ എവിടെ കിടക്കുന്നുണ്ട്? സ്വർഗത്തേക്ക് പോകണം എന്നാ അവര് പറയുന്നത്. അല്ല, ഈ ലോകം ഭയങ്കര. അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. കാരണം ചില കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അനുഭവിപ്പിക്കാനല്ലാതെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവണ്ട പറഞ്ഞത്?
നിങ്ങൾ 3 ആള് നമ്മൾ 10 ആൾക്ക് തേൻ കിട്ടി. തേന് നടങ്ങൾക്ക് മനസ്സിലായില്ലേ? തേനടാ കുടിക്കുമ്പോഴേ തിരിയുള്ളൂ. പല സൈസ് പല തേന. തേന കയ്പ തേന ഞാൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ മധുരമുള്ള തേൻ കുടിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞ കാര്യം. പിന്നെണ്ടോ കയ്പ് തേന കുടിച്ചിട്ടോ? കയ്പ് തേന വേറെയാ, അത് വേറെ. ആ കയ്പ് തേന ഞാൻ കുടിച്ചിട്ടുണ്ട്. കയ്പ് തേന ഞാൻ കുടിച്ചിട്ടുണ്ട്. കയ്പ് തേന അത് വേറെ തേനാണ്. ഓരോന്നും തേന ഓരോ സൈസാ. ചില തേനുണ്ടാവും. ആ ഓരോ തേന് കുടിച്ച് നിങ്ങൾക്ക് ഞാൻ 10 ആള്, അതിൽ 9 ആൾക്കും തേന് കിട്ടി. എനിക്ക് വേറൊരു തേന് കിട്ടി. അതിന്റെ രസങ്ങളോട് പറഞ്ഞുതരാൻ എനിക്ക് കഴിയില്ല. പിന്നെ ഇപ്പൊ എന്തേ ഉള്ളൂ, ആ തേൻ നിങ്ങളെ തൊള്ളിക്ക് പറഞ്ഞുതരണം. അത് നിങ്ങളെ പോലത്തെ അത് പറ്റൂല. അത് ശ്രോതാക്കൾക്ക് മാത്രമല്ല തേന. ഇനി എന്ത് ചെയ്യാ? ഒരു നിർവാഹമല്ല, ഇനി ചാൻസും ഇല്ലല്ലോ. അള്ളാഹ് പറയും ആ പദവി നിനക്ക് അവിടെ തരാം, ഇവിടെ നിനക്കത് എഴുതാൻ പറ്റില്ല. കാരണം ഇനി എന്തില്ല, ദുന്യാ വിധിക്കാൻ പറ്റില്ല. എന്തായിരിക്കും അതിന്റെ അവസ്ഥകൾ ചിന്തിച്ച്. അപ്പൊ എന്താണത്? ദുന്യാവിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ പറയുണ്ട്, ഷഹീദിനോട് അല്ലാഹു തആല ചോദിക്കും, നിനക്ക് എന്തെങ്കിലും മോഹമുണ്ടോ? അപ്പോൾ പറയും, എനിക്ക് മോഹമുണ്ട്. എന്ത്? ദുന്യാവിലേക്ക് എന്നെ മടക്കുക, എന്നിട്ട് അന്നെ യുദ്ധം ഉണ്ടാവുക, അന്നെ എന്നെ കൊല ചെയ്യപ്പെടുക, പിന്നെ നിന്റെ കോടതിയിൽ ഹാജരാകുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, വീണ്ടും അവിടേക്ക് പോകണം, ദുന്യാവ് പോകണം, വീണ്ടും യുദ്ധം ഉണ്ടാവണം. അതല്ലാത്തൊരാഗ്രഹം എനിക്കില്ല. ഷഹീദ് പറയും, എന്റെ പുണ്യ റസൂൽ. ആ ലോകത്തിന് ഒരാൾക്ക് കാണാൻ കഴിയില്ല. ആ ലോകം ഒരാൾക്ക് കാണാനേ കഴിയില്ല. വേറെ ലോകമാണ് അത്, കാണേയില്ല. ശുഹദാഇന്റെ ലോകം വേറെ ലോകമാണ്, അത് കാണേയില്ല. കാരണം ആർക്ക് വേണ്ടി മരിച്ചവരാണ്. അപ്പോൾ സത്യത്തില് ഈ അബ്ദുൽ ഷുക്കൂർ പോലത്തെ കുട്ടികളൊക്കെ കൊന്നവർക്കല്ലേ നഷ്ടം. ഈ മരിച്ചവർക്ക് വല്ല നഷ്ടമുണ്ടോ? മരിച്ചവരാർക്ക് വേണ്ടി മരിച്ച് എന്താണ് കുട്ടി, എന്ത് നഷ്ടമുള്ളത്? അവരുടെ മരണത്തിന്റെ ശാപം ഇന്ന് ഇവർ പേറുന്നു. മനസ്സിലായില്ല കുട്ടികളെ? മരിച്ചവരോ ആയിരിക്കും. അവരാണ് ജീവിക്കണത്. ഇതിന് രണ്ടർത്ഥമുണ്ട്. എങ്ങനെയുണ്ട് എന്ന് ഞങ്ങളോട് ചോദിച്ചു. അങ്ങനെ കഴിഞ്ഞോണ്ട് നടന്നു. എങ്ങനെയുണ്ടെന്ന് വെച്ച്, അൽഹംദുലില്ലാഹ് ഇപ്പത്താണ് ജീവിതം നടന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായില്ലേ? രണ്ടാളും ഇവിടെ എന്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഒരാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അങ്ങനെയാണ് കഴിഞ്ഞോന്ന്. നമ്മൾ ഗൾഫിൽ പോയി നല്ലൊരു കാലം ചങ്ങായിമാരും കമ്പനിയിലൊക്കെ നല്ല സത്യസന്ധമായ ജോലിയും കാര്യവും റാഹത്തും ചങ്ങായിമാരും സുഖവും സന്തോഷം. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലൊക്കെ വന്ന് പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ പറയും, എന്ത് ഞാൻ 2 കൊല്ലം ബഹ്റൈനിലുണ്ടായിരുന്നു, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച കാലം. അത് വേറുള്ള കാലം. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ബൽ 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 അഹ്യാ ബൽ അഹ്യാ. അപ്പൊ അവർ ജീവിക്കാണ്. അപ്പൊ മറ്റൊരു ജീവിക്കന്നെ. പക്ഷെ ആ ജീവിതം അത് വേറൊരു ജീവിതം. അതാണ് ഈ ജീവിതത്തിലേക്ക് ചെന്നാൽ ആ ജീവിതമല്ല. ഒരുത്തന്റെ ഭാര്യ മരിച്ച്, പെണ്ണുങ്ങളൊപ്പം കുറെ 10-30 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഭാര്യ മരിച്ച്, പിന്നെ ഒരു പെണ്ണെട്ടി 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒരാൾ എങ്ങനെണ്ടാ എന്നോടുള്ളത് പറയാലോ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം. അപ്പൊ മുമ്പ് ദാമ്പത്യ ജീവിതം കഴിഞ്ഞിട്ടുണ്ട്, 5-8 കുട്ടികളും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഇടയ്ക്ക് ഇത് നേരത്തെ കത്തി മരിച്ചിട്ട് അൽഹംദുലില്ലാ. മരിക്കാൻ വേണ്ടി പറയാല്ല പൊട്ടന്മാരെ, അപ്പുറത്തെ പെണ്ണുങ്ങളുണ്ട്, യുദ്ധം ചെയ്യും. ചിന്തിക്ക്, ഇതാണ് ജീവിതം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അതോ ഇതെന്തിനാ പറഞ്ഞത്? ആ ജീവിതത്തിലേക്ക് ചേർത്തിയൊക്കെ മുമ്പുള്ള ജീവിതമല്ല. മുഅ്മിനീങ്ങളൊക്കെ മരിച്ചാൽ ജീവിക്കും. എന്നാൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? ഉറങ്ങല്ലേ, ഇരുന്നിട്ട് ഉറങ്ങല്ലേ, പറഞ്ഞത് മനസ്സിലാക്ക്.
മുഅ്മിനായ മനുഷ്യൻ ഒക്കെ മരിച്ചാൽ ജീവിക്കും. മരണമല്ല, ബലിന്തിഖാലും മിൻ മൻസിലിൻ ഇലാ മൻസിലിൻ, ഒരു പുരയിൽ നിന്ന് മറ്റൊരു പുരയിലേക്ക് മാറൽ മാത്രമാണ് മരണം. അല്ലാതെ മരണം ലൈസ ബിമഹദി ഹലാക്കിൻ വലാ ഫനായിൻ, നാശമല്ല, ഒന്നുമല്ല. അതെന്താണ്? ഇന്തിഖാലും മിൻ മൻസിലിൻ ഇലാ മൻസിലിൻ, ഒരു പുരയിൽ നിന്ന് മറ്റൊരു പുരയിലേക്ക് മാറൽ മാത്രമാണ്. അത്രയേ ഉള്ളൂ മരണം. അപ്പോൾ എല്ലാവരും ജീവിക്കന്നെ, എല്ലാവരും ജീവിക്കാം. പക്ഷെ ജീവിക്കുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞത് ആരെ പറ്റിയാ? അവരുടെ ജീവിതത്തിലേക്ക് കൃത്യമൊക്കെ മറ്റൊരു ജീവിതമല്ല, മറ്റൊരു ജീവിതമാണ്, ഭയങ്കരമാണ്. അവരുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? കിളികളെ പുറത്ത് കയറിയിട്ട് കിളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഹനമാക്കി കൊടുക്കും. അവരുടെ റൂഹ് കിളികളുടെ പുറത്തേക്ക് കയറും. എന്നിട്ട് അങ്ങനെ പോകും. ആ ആനന്ദത്തിലെ ഒരു ഭാഗം ഈ ശരീരം അനുഭവിക്കും. റൂഹ് അങ്ങനെ പറക്കും. ഉഹദ് യുദ്ധം കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം, ഉഹദ് യുദ്ധം കഴിഞ്ഞ നേരെ പിറ്റേ ദിവസം സഹാബികൾ മദീനയിൽ ദുഃഖിച്ചു. കാരണം ആര് മരിച്ചല്ലോ, 70ഓളം ആളുകൾ, ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, 70ഓളം ആളുകൾ ഉഹദ് യുദ്ധത്തിൽ മരിച്ചുപോയി. അള്ളാഹു എന്ത് ചെയ്ത്? അള്ളാഹു ഇവർ മരിക്കണോടുകൂടെ ഇവർക്ക് ഒരു ലോകം തുറന്നു കൊടുത്തു. അലാ തുയൂരിൻ ഖുദരിൻ, പച്ചകളായ പച്ചവർണ്ണമുള്ള സ്വർഗീയ കിളികളെ പുറത്തേക്ക് ഇവരെ റൂഹാണ് കയറി. ഫസാറു യതീറൂന, അവരിങ്ങനെ ചിലക്കും, അവരിങ്ങനെ കളിക്കും, അവരിങ്ങനെ പാറും ഒരു വേറൊരു ലോകത്ത്. ആ തമാശകൾക്കിടയിൽ ഇവർ തമ്മിൽ പറഞ്ഞ് മയുഖ്ബിറു അന്നാ ലി ഇഖ്വാനിനാ ബിൽ മദീന, മദീനയിലെ നമ്മൾ ആളുകൾക്ക് ഈ സന്തോഷം ആരാ പറഞ്ഞു കൊടുക്കുക? ഫഖാല അല്ലാഹ് പറഞ്ഞ്, അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ വിഷമിക്കണ്ട, ആ വിഷമവും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷനായി ഉള്ളത് എന്ത്? ഈ വിഷയം ആരാണെന്ന് മദീനയിലേക്ക് അറിയിച്ചു. ഇതല്ലേ ഇപ്പൊ നിങ്ങളെ വിഷമമുള്ളത്? അത് വിഷമം വേണ്ട. കാരണം ഖാതൽതു മൂലി, നിങ്ങൾ യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടിയാ. വഖുതിൽതു മൂലി, നിങ്ങളെ കൊല ചെയ്യപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. അതുകൊണ്ട് അനാ ഉഖ്ബിറു അൻകും ലി ഇഖ്വാനിക്കും ബിൽ മദീന, മദീനയിലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് നിങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടതും ഞാൻ തന്നെയാ. നിങ്ങൾ യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടിയാ, നിങ്ങളെ കൊല ചെയ്യപ്പെട്ടത് എനിക്ക് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞു, അയ്മലും നിങ്ങൾ ടെൻഷനാക്കണ്ട. ഫനസല റൂഹുൽ അമീൻ, മലക്ക് ജിബ്രായീൽ ഉടനെ ജിബ്രീലായിട്ടും കൊണ്ട് വന്നു. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരെ പറ്റി മരിച്ചു എന്ന് പറയണ്ട, അവർ ജീവിക്കണം. അവരാണ് ജീവിക്കുന്നവർ, അവർ ജീവിക്കണം. അപ്പൊ വേറുള്ളവരോ മരിച്ച മുമ്പിലൊക്കെ ജീവിക്കല്ലേ, ഇത് വേറൊരു ജീവിത. ഈ ജീവിതം വേറൊരാൾക്ക് ഇല്ല. ഭയങ്കര ജീവിതമായിരിക്കും, വേറൊരു ലോകമായിരിക്കും. ആ ലോകത്ത് കാണാൻ ഒരാൾക്ക് സാധ്യമല്ല. അതൊരാൾ കാണുന്ന കുട്ടികളെ ആ ലോകത്ത് കാണാൻ ഒരാൾക്ക് സാധ്യമല്ല. ശുഹദാക്കൾ ലോകം വേറൊരു ലോകമാണ്. ആ ലോകം കാണാൻ ഒരാൾക്ക് സാധ്യമല്ല. മൻ ഖാതല വഖുതില ലില്ലാഹ് ലിഇഹ്യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹനെ ഹയാത്താക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാൽ വിഷയമല്ല, ഒന്നും ഉണ്ടാവില്ല. അവന് പ്രഥമമായി ചൂണ്ടാൻ അധികാരമുണ്ട് 70 ആൾക്ക്. യാസർ എന്നൊരാളുണ്ടായിരുന്നു തിരൂര്. എന്താ അല്ലേ? യാസർ എന്നൊരാളുണ്ടായിരുന്നു തിരൂര്. വലിയ ഇസ്ലാമിക ശത്രുക്കളുടെ തലവനായിരുന്നു. പിന്നെ മുസ്ലിമായി. പിന്നെ രാത്രി പുരയിലെ ശത്രുക്കൾ വന്ന് കുഴപ്പമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് പുരേൻ്റെ ബൾബ് എറിഞ്ഞ് പൊട്ടിച്ച്, പഴങ്കുളങ്ങര നാളെ വീട് എറിഞ്ഞ് പൊട്ടിച്ച ശത്രുക്കൾ പുരയിൽ അദ്ദേഹം വന്ന് കയറി. അതിനിടയിൽ 10-40ഓളം, കുറഞ്ഞ കൊല്ലം കൊണ്ട് 10-40ഓളം കുടുംബങ്ങളെ അയാൾ മുസ്ലിമാക്കി. ഭയങ്കര പണിയെടുത്തത്. പഴങ്കുളങ്ങരക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര മനോഹരമായി ഖുർആൻ ഓടുകയും ബാങ്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ പഴങ്കുളങ്ങര ഉണ്ടായിട്ടില്ല. കേട്ടുകണ്ടോ? അക്കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി പിരിപ്പിച്ചിട്ട് അവസാനം 10 ലക്ഷത്തിന് പിരിപ്പിച്ചിട്ട് 30 ലക്ഷം റുപ്യ കിട്ടി. ഇനി വേണ്ടാന്ന് പരസ്യം കൊടുത്ത്, ഇനി പൈസ ആവശ്യമില്ല പരസ്യം കൊടുക്കേണ്ടി വന്നു. കുടുംബത്തിനുണ്ടായ നേട്ടം. മരിക്കാൻ പോവാണ്. അപ്പോൾ എന്നെ വന്ന് ഓട്ടോറിക്ഷക്കാരനായിരുന്നു. ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് നിർത്തിയ ഭാര്യ പറഞ്ഞു, ഇവിടെ എന്തോ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ അന്ന് അന്വേഷിക്കണമല്ലോ, അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ ഭാര്യ തടഞ്ഞാൽ പറഞ്ഞ് തടയാൻ പാടില്ല. ഒരു ഷഹീദായ മനുഷ്യന് അള്ളാഹിന്റെ മാർഗത്തിൽ ഇന്നെ പേര് വന്നാൽ അവർ കൊല്ലുന്നുള്ളൂ. അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഷഹീദായാൽ അവന് ഒറ്റ നോട്ടത്തിൽ 70 ആളെ ചോദ്യമില്ലാതെ സ്വർഗത്തിലാക്കാൻ അള്ളാഹു അധികാരം കൊടുക്കും. അതിലാദ്യമായി തന്നെ വിളിക്കും.
നിന്റെ സ്വർഗം തടയരുത്, നിനക്ക് കിട്ടുന്ന സ്വർഗം പൊളിച്ച് തടയാൻ പാടില്ല. അവിടെ പോയി അപ്പോൾ ഷഹീദായി. കൊടൽമാല പുറത്തിട്ട് കൊന്ന് ആ മനുഷ്യൻ. ഇതാണ് ഷഹീദ്. അള്ളാഹു സ്വർഗീയ പദവി നൽകട്ടെ, അള്ളാഹു സ്വർഗീയ പദവി നൽകട്ടെ. ഭയങ്കര. ഒന്നാം ദിവസം വേറെ ചോദ്യമല്ല, അവർക്ക് നേരെ ഒപ്പം കൊണ്ടുവരാൻ അധികാരമുണ്ട്. മനസ്സിലായില്ല? പള്ളിക്കല മൂല്യരെ വിളിച്ചാൽ രണ്ടോ മുക്കറിനും രണ്ടാളെയും കൊണ്ടുവരാനുള്ള അധികാരം ആ വിളി തന്നെ ഉണ്ട്. ഒരു വണ്ടിയും കൂടി ആൾ വരത്തേണെങ്കിൽ പിന്നെ വിളിച്ചു വെക്കണ്ടുള്ളൂ. മനസ്സിലായില്ല? പള്ളിക്കല മൂല്യരെ ഒരു ചെലവിനെ വിളിച്ചാൽ രണ്ടാളെ കൊണ്ടുവരാൻ അയാൾക്ക് എന്തിനധികാരമുണ്ട്? പറയുടെ കുട്ടികളെ എന്ത് അധികാരമുണ്ട്? ഇനി അവിടെ കൊണ്ടെത്തിയാൽ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ആളൊപ്പം കൊണ്ടുപോകാൻ അപ്പം തന്നെ അയാൾക്ക് അധികാരമുണ്ട്. പിന്നെ ഒരു വണ്ടിയും കൂടി കൊണ്ടുപോകണോ എന്നുള്ളത് ചോദിക്കേണ്ടതേ ഉള്ളൂ. ആദ്യം ഒരു മൂല്യരെ വിളിച്ചാൽ 4 ആളെ കൊണ്ടുവരാൻ അയാൾക്ക് അധികാരം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷഹീദായ മനുഷ്യനെ ഒന്നാം ദിവസം 70 ആളെ സ്വർഗത്ത് കയറ്റാം. ഷഫാഅത്ത് വേറെ അല്ലാതെ പിന്നെ അയാൾ പറഞ്ഞവരൊക്കെ ഉള്ള സ്വർഗത്ത് കയറ്റും. അത് വേറെ. ഒന്നാം ദിവസം ചോദ്യം ഇല്ലാതെ കൊണ്ടുപോകും. എത്ര ആളെ? അതാണ് ഷഹീദ്. ഷഹീദിന്റെ പദവി ഭയങ്കര. ശുഹദായിന്റെ പദവി ഭയങ്കര. അതുകൊണ്ടാ ആ ഒരു രംഗൻ അതാണ് അവരെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് മരണമാണ് കുട്ടികളെ? അവർക്ക് മരണമില്ല, ഒന്നുമില്ല. ഇതൊരു മനുഷ്യൻ മരിച്ച കഥ ഇവിടെ പറയാൻ പോണത്. ഹബീബിന് മൂസ നജ്ജാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ, പൂർണ്ണമായ പേര് ഹബീബിന് മൂസ നജ്ജാർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മരിച്ച കഥയാണ് ഈ പറയുന്നത്. അവർക്കൊരു പ്രശ്നമില്ല, ഒരു വേറെ ലോകത്താ. അവർക്ക് എന്തുണ്ടാവും? 2 നേട്ടം പറഞ്ഞു. റൂഹിന് പ്രത്യേക ലോകത്ത് ജീവിക്കും, ശരീരത്തിന് അതിന്റെ ഒരു പദവി എവിടെ ഉണ്ടാവും ചെയ്യും. എന്റെ ബാപ്പ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ബാപ്പ ഉഹദിന്റെ തലേ ദിവസം എന്നെ വിളിച്ചു അബ്ദുള്ള. ബാപ്പാടെ പേര് അബ്ദുള്ള. ആരുടെ ബാപ്പ? ജാബിർ, സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബാപ്പാടെ പേരാണ് എന്ത്? അബ്ദുള്ള. അബ്ദുള്ള തലേ രാത്രി എന്നെ വിളിച്ചു, മോനെ അന അകൂനു അവ്വല ഷഹീദിൻ യൗമ ഗദിൻ. നാളെ നേരം വിട്ടാൽ ഉഹദിൽ ആളുകൾ മരിക്കും, ആദ്യം മരിക്കുന്ന ആൾ ഞാനായിരിക്കും. അതന്നെ ഒരാൾക്ക് പറയാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ അയാൾക്ക് വിലായത്തിന് അധികാരം ഉണ്ടാവും. മനസ്സിലായില്ല? നാളെ ഞാൻ മരിക്കും എന്ന് പറയാൻ ഇതിന് അധികാരമല്ല. എന്തേ പറഞ്ഞു? ഉഹദിന്റെ ദിവസമായ നാളെ ആദ്യത്തെ ഷഹീദ് ഞാനായിരിക്കും. അതുകൊണ്ട് മോനെ, ഞാൻ കുറഞ്ഞ മുതലേ ഉള്ളൂ, കുറെ ഫാത്തുല്ലക ദൈനൻ ബനാറ്റി, എന്റെ പെൺകുട്ടികളെയും കുറെ കടവും ഞാൻ നിനക്ക് ബാക്കിയാക്കിയിട്ടുണ്ട്. എന്റെ കുട്ടി എന്റെ കടവും വീട്ടണം, എന്റെ പെൺകുട്ടികളെ കെട്ടിക്കും വേണം. അക്കാര്യമൊക്കെ എൻ്റെ വീട്ടിനെ ഏൽപ്പിച്ച്. ഒരാൺകുട്ടി മാത്രമേ ഉള്ളൂ ചേച്ചി. എൻ്റെ കാര്യം ഞാൻ, എൻ്റെ കുട്ടികളെ കാര്യവും ഒക്കെ ഞാൻ എൻ്റെ മോനായ എന്നെ ഏൽപ്പിച്ചു എന്ന് ജാബിറിനെ വിളിച്ച് ബാപ്പ പറഞ്ഞ്. ബാപ്പി മോന് യുദ്ധത്തിനാ. ഏത് യുദ്ധം? അപ്പൊ ബാപ്പക്ക് 2 കാര്യം അറിയാം. 1, ബാപ്പ നാളെ മരിക്കുന്നറിയാം. 2, ആദ്യം മരിക്കണ ആൾ ബാപ്പയെന്നറിയാം. 3, ജാബിർ മരിക്കില്ല എന്ന് പറയാം. മനസ്സിലായില്ല? ഇതൊക്കെ അറിയണല്ലോ, നല്ല പല പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉഹദ് യുദ്ധ ദിവസം എന്തായി? ഭയങ്കര ഘോരമായ യുദ്ധം രാത്രി വരെ നടന്ന് അനവധി 70ഓളം സ്വഹാബികൾ ഷഹീദായി. ഭയങ്കര. ഹബീബാ റസൂലുള്ളാഹിനെ നെറ്റിക്ക് വിട്ടുകൊണ്ടു മുസ്തഫ നബി വീണു. മുസ്തഫ നബിയുടെ പലതവണ ബോധം പോയി. മുസ്തഫ നബിയുടെ മുമ്പല്ല് പൊട്ടി. സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തിന് ശത്രുവിനെ തുരത്തി. വൈകുന്നേരമായപ്പോഴത്തിന് സ്വഹാബികളുടെയൊക്കെ ശരീരമൊക്കെ തളർന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത്? ഉഹദ് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്ത്? ഓരോരുത്തരും അവരവരുടെ മയ്യത്തിനെ ഒട്ടകപ്പുറത്തേക്ക് കയറ്റി കെട്ടി. എങ്ങോട്ട് കൊണ്ടുപോവാൻ? മദീനക്ക് 4 കിലോമീറ്റർ നടത്തില്ലേ? 4 കിലോമീറ്ററോളം അല്ലേ? എവിടുന്ന് അല്ലേ? 4 ഉണ്ടാവൂലേ? അല്ലേ? 4 കിലോമീറ്ററോളം ഉണ്ടല്ലോ. 4 അല്ലേ മദീനന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി. പോവാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. റസൂലുള്ള തമ്പെന്ന് ഇറങ്ങി വന്നപ്പോ ഇതാ ഒട്ടകപ്പുറത്തൊക്കെ മയ്യത്ത് ഇല്ല. ഇതെടുക്കാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ വയ്യ, ഇവിടെ മറവ് ചെയ്യാനുള്ള കുഴി വെട്ടാനൊന്നും ഞങ്ങൾക്കിനി വയ്യ. അതുകൊണ്ട് ഇത് ആരൊക്കെ കൊണ്ടുപോയി കൊടുക്കാം? മദീനയിലെ യുദ്ധത്തിന് വരാത്ത സ്വഹാബികളെ ഏൽപ്പിക്കാം. മദീനയെ കൊണ്ടുപോയിട്ട്
അവരവിടെ മറവ് ചെയ്തു കൊള്ളുമല്ലോ, അതിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പുണ്യനബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്ന ശുഹദാ ലാ തുൻഖലൂ, ശുഹദാക്കളെ മരിച്ച വീണ ഭൂമിയിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ. മാറ്റാൻ പാടില്ല, പഠിത്തം അറിയാം. അവരുടെ ആ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഷഹീദായാൽ ആ ഭൂമിക്ക് ഒരു അർഹതയുണ്ട്, ആ മനുഷ്യൻ അവിടെ മറവിയാണ്. കാരണം ആ ഭൂമിയുടെ മഹത്വം കണ്ടാണ് ഒരു മനുഷ്യൻ ആ ഭൂമിയിൽ ഷഹീദായി വീണത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഈ സ്ഥാനമുള്ളവരാണ് അമ്പിയാക്കൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ മറവിയത്? എവിടെ മറവിയത്? ആയിഷ ബീവിയുടെ വീട്ടിൽ മറവിയത്. അവിടെ മാറ്റാൻ പാടില്ല. ശുഹദാക്കളെ മരിച്ച ഭൂമിയിൽ മാറ്റാൻ പാടില്ല എന്ന് പുണ്യ റസൂൽ. അവർ കിടക്കുന്ന ഭൂമിയാണ് അവരോട് ഏറ്റവും ബന്ധപ്പെട്ട ഭൂമി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ എല്ലാവരും അവിടെ നിറക്കിച്ച് പിന്നെ എന്ത് ചെയ്തു? ഫഹഫറു ഖുബൂറൻ, അവർ കുറച്ച് ഖബർ വെട്ടിണ്ടാക്കി. പക്ഷേ എല്ലാവർക്കും വേറെ വേറെ ഖബർ വെട്ടി ഉണ്ടാക്കാനൊന്നും വയ്യ. കുറച്ച് ഖബർ ഉണ്ടാക്കിയിട്ട് ലഹ്ദാക്കിയിട്ട് മറവ് ചെയ്യാൻ തീരുമാനിച്ചു. ലഹ്ദാക്കാന്ന് പറഞ്ഞാല് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാ? മനസ്സിലായില്ലേ കുട്ടികളെ? ഖബറുണ്ട് വെട്ടിയിട്ട് എന്ത് ചെയ്യാ? ലഹ്ദ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങോട്ട് തുറന്നിട്ട് ഒരു മയ്യത്തിനെ കയറ്റാ, ഇങ്ങോട്ട് തുറന്നിട്ട് ഒരു മയ്യത്തിനെ കയറ്റാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ലഹ്ദാക്കിയിട്ടാണ് മറവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ലഹ്ദാക്കി ഒരു ഖബറിൽ രണ്ടാള്, ഒരു ഖബറിൽ രണ്ടാള് എന്നൊക്കെ കണക്കിൽ എങ്ങനെ മറവ് ചെയ്തു. ജാബിർ പറയാണ്, എന്റെ ബാപ്പയെയും വേറൊരാളെയും ഒരു ഖബറിൽ മറവ് ചെയ്തു. എന്റെ ബാപ്പാന്റെ ഖബറിൽ ബാപ്പാന്റെ കൂടെ വേറൊരാള്. ഒക്കെ കഴിഞ്ഞ് ഉഹദിലേക്ക് മടങ്ങിയപ്പോൾ എന്റെ നഫ്സാണ് വലുതായി. ഭയങ്കര ഒരു ഹമ്മ വന്നുകൂടി. ഇത്ര വലിയൊരു മനുഷ്യനായ എന്നെ ബാപ്പ പോറ്റിണ്ടാക്കിയിട്ട് എന്റെ ബാപ്പാനെ സ്വന്തമായി ഒരു ഖബറിൽ മറവ് ചെയ്യാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ചില കാര്യങ്ങൾ അപ്പോൾ അത്ര ആലോചിക്കൂല. പിന്നെന്തായി എന്നറിയോ? പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, എന്തിനും വയ്യ. മുന്നിലാര്? ബാപ്പ. ഇത്ര വലിയൊരു മനുഷ്യനായി എന്നെ വളർത്തിണ്ടാക്കിയ ബാപ്പാനെ സ്വന്തം ഒരു ഖബറിൽ മറവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് എന്റെ മനസ്സണ്ട് വിങ്ങി. അങ്ങനെ കഴിഞ്ഞ് എത്രയായി? 6 മാസം കഴിഞ്ഞു. പിന്നെ എനിക്ക് നിസ്കരിക്കാൻ നിൽക്കാൻ വയ്യാതെ. അപ്പോൾ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആരും കാണാതെ ഞാൻ കൈക്കോട്ടെടുത്തു. ഉഹദിലേക്ക് പോയി, കൈക്കോട്ടെടുത്ത് പോയി. എത്ര മാസം കഴിഞ്ഞിട്ട്? 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാതെ കൈക്കോട്ടെടുത്ത് ഉഹദിലേക്ക് പോയി. ആരുമില്ലാത്തൊരു സാഹചര്യം. ഫനബസ്തു ഖബറ അബീ, ബാപ്പം എന്റെ ഖബർ ഞാൻ മാന്തി. ഫഹ്തഫർതു ഖബറൻ ആഖറ, വേറൊരു ഖബറിനെ വെട്ടിണ്ടാക്കി. മനസ്സിലായില്ലേ? വേറൊരു ഖബർ വെട്ടിയുണ്ടാക്കി. വേറെ ഈ ഹദീസ് വാഖിഅത്തു ഉഹുദിൽ, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെന്നെങ്കിലും വേറെ വല്ല വായിക്കല്ല റഹ്മത്തുള്ള. ഈ ഹദീസ് എവിടെ ഉണ്ട്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ എന്റെ ബാപ്പാടെ ഖബർ മാന്തി, പുതിയ ഖബർ ഞാൻ വെട്ടിയുണ്ടാക്കി. ഫനബസ്തു ഖബറ അബീ, ബാപ്പാന്റെ ഖബർ ഞാൻ മാന്തി. അങ്ങനെ ഫളഹ ഇലൈഹി ജസദു അബീ, ബാപ്പാന്റെ ശരീരം എനിക്ക് വെളിവായി. കഅന്നഹു ദുഫിന അൽആൻ, കഅന്നഹു ദുഫിന അൽആൻ, കഅന്നഹു ദുഫിന അൽആൻ. ഇപ്പോഴും വെച്ചിട്ടുള്ളൂ മണ്ണിൽ, ചൂടുള്ള ശരീരം ഇപ്പോഴും വെച്ചിട്ടുള്ളൂ, ചൂടാറിയിട്ടില്ല. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഖബറിലേക്ക്. അങ്ങനെ ഉണ്ട് വാപ്പ. എത്ര മാസം കഴിഞ്ഞ്? 6 മാസം കഴിഞ്ഞ്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ സംഭവം? ആര്? സ്വഹാബി ആരാ? പാറ. ജാബിർ റളിയല്ലാഹു അൻഹു അവരുടെ ബാപ്പയായ അബ്ദുല്ലാഹ് എന്നവരുടെ കഥയാണ് ഈ പറയുന്നത്. മനസ്സിലാക്കണേ, അതാണ് ശുഹദാക്കൾ. അപ്പൊ 2 കാര്യമുണ്ട്. എന്ത്? ഒന്ന് അവരുടെ റൂഹിന് വലിയ പദവി ഉണ്ടാകും. 2 ആ റൂഹ്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ സംഭവം? ആര്? സ്വഹാബി ആരാ? പാറ. ജാബിർ റളിയല്ലാഹു അൻഹു അവരുടെ ബാപ്പയായ അബ്ദുല്ലാഹ് എന്നവരുടെ കഥയാണ് ഈ പറയുന്നത്. മനസ്സിലാക്കണേ, അതാണ് ശുഹദാക്കൾ. അപ്പൊ 2 കാര്യമുണ്ട്. എന്ത്? ഒന്ന് അവരുടെ റൂഹിന് വലിയ പദവി ഉണ്ടാകും. 2
ആ റൂഹിന് ഇവിടെ ഭൂമിയിൽ ശരീരത്തോട് വലിയ ബന്ധമുണ്ടാവും. അപ്പൊ രണ്ടിനും പദവിണ്ടാവും, ഭയങ്കര പദവിണ്ടാവും. റൂഹാകട്ടെ വേറൊരു ലോകത്തേക്ക് അങ്ങോട്ട് പോകും, അത് വേറൊരു ലോക. സ്വർഗാണോ നമ്മ സ്വർഗാണ്. എന്നാ സ്വർഗല്ല, സ്വർഗം പലതുകൊണ്ട് കുട്ടികളെ. ജന്നാത്തു അദ്നുണ്ട്, അതാണ് അവസാനത്തെ സ്വർഗം. അതിന് സമാനമായ വേറുള്ളതുണ്ട്. മനസ്സിലായില്ല? വിചാരണക്ക് ശേഷമുള്ള സ്വർഗം ജന്നാത്തു അദ്ന. എന്നാ അതിന്റെ മുമ്പ് എന്താവാ? ഒരു പ്രത്യേക സ്പെഷ്യലായി അള്ളാഹു തആല സ്വീകരിക്കുന്ന ജനതക്ക് എന്തുണ്ടാകാം? മനസ്സിലായില്ലല്ലോ. ഒരു രാജാവ് ഒരു കൊട്ടാരം ഉണ്ടാക്കി. കൊട്ടാരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ലോകത്തെ വലിയ വലിയ വിദഗ്ധന്മാരെയും രാജാക്കളെയും നയതന്ത്രജ്ഞന്മാരെയും രാഷ്ട്ര നേതാക്കളെയും വിളിച്ചു വരുത്തി. മനസ്സിലായില്ലേ? രാജാവിന്റെ ഉദ്ഘാടനം, പൊരന്റെ ഉദ്ഘാടനം, കൊട്ടാരത്തിന്റെ ഉദ്ഘാടനം ജൂൺ 1 എന്ന് വെക്കുക. നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ജൂൺ 1 ലോകത്തെ ഏറ്റവും അതിമനോഹരമായ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇക്കാലം വരെ അങ്ങനത്തെ ഒരു കൊട്ടാരം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു കൊട്ടാരം ഒരു രാജാവ് ഉണ്ടാക്കി. ഉദ്ഘാടന ഡേറ്റ് നിശ്ചയിച്ച് എന്ന് ജൂൺ 1 ലോകത്തിന്റെ നാനാഭാഗത്തെ ആളുകളെ നയതന്ത്ര നേതാക്കന്മാരെ വിളിച്ചെത്തി. അവർ മെയ് 20 തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ മരുഭൂമിയിൽ ടെന്റ് കെട്ടി. ചരിത്രത്തിൽ ഇക്കാലം വരെ ആരും കാണാത്ത ജാതി ആ ടെന്റിൽ കയറിയ ആളുകൾ ഇതാണോ സ്വർഗം എന്ന് ധരിച്ചുപോയി. കാരണം അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല. വേലക്കാർ ഓർമ്മപ്പെടുത്തും, തൽക്കാലാണ് 10 ദിവസം ഇവിടെ കഴിഞ്ഞാൽ മതിയെ, ഈ ബുദ്ധിമുട്ടിന് ക്ഷമിക്കണം. മനസ്സിലായില്ല? ഇവർക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ ഇറക്കി വിടരുന്ന. അതുകൊണ്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണം. ഇവർക്ക് പൂടിയാണ്. തിരിഞ്ഞില്ല? പറഞ്ഞത് മനസ്സിലായോ? അക്കഥ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലോ. ഇനി എന്തെങ്കിലും പൂതിന്റെ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞേ? ഒന്നും കൂടി യുദ്ധത്തിന് പോയി മരിക്കണം, ഇങ്ങോട്ട് പിടിക്കാൻ വരണം. കാരണം ഇത് രസം ഭയങ്കര. ഇത് കൊട്ടാരാണോ? അല്ല. എന്നാൽ ഇത് കൊട്ടാരത്തിൽ വന്നവർക്ക് കൊട്ടാരത്തിന് സമാനമായ വേറൊരു ലോക. മറ്റൊരു ജന്നാത്തു അദ്ന, ഇത് വേറൊരു ജന്നാത്ത. ജന്നാത്തു അദ്നല്ല. ജന്നത്ത് അദ്നിൻ അങ്ങനല്ല. അത് വേറെ ജന്നത്താ. ജന്നാത്ത് പല ജാതിയാ. പറഞ്ഞത് മനസ്സിലായില്ലേ? അത് വേറെ ലോക. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചുപോയ ആളുകളുടെ പ്രത്യേകതയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർക്ക് പോലും കുട്ടികളെ ഒരിക്കലും നരകം ഉണ്ടാവില്ല. മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, മൻ മാത വഹുവ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. എത്ര ജാതി ഹദീസാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചാൽ സ്വർഗം കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ സ്വർഗം കിട്ടും. മൻ മാത വഹുവ യഅലമു, ഒരാൾക്ക് അറിയും യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസിൽ നിന്ന് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. വലം യതകല്ലം ബിലിസാനിഹി, ചില ആളുകൾ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും എന്താവും? സ്വർഗം കിട്ടും. ഖുസ് ഇബ്നു സഈദ എന്നൊരാളുണ്ടായിരുന്നു മക്കത്ത്. അയാൾക്ക് സ്വർഗത്തിന്റെ പദവി ഉണ്ടാവുമെന്ന് ഹബീബ നബി അറിയിച്ചിട്ടുണ്ട്. ഖുസ് ഇബ്നു സഈദ വറഖത്ത് ബിൻ നൗഫൽ, മലിക് തുബ്ബഅ, ഖുസ് ഇബ്നു സഈദ പ്രസംഗകൻ, വറഖത്ത് ബിൻ നൗഫൽ അദൃശ്യജ്ഞാനി, മലിക് തുബ്ബഅ യമൻ രാജാവ്. ഈ മൂന്നാളും ഒരു റസൂലിലൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ കാരണം മുർസലീങ്ങളെ കിട്ടാവുന്ന ഒരു ലോകത്ത് അവർ ജീവിച്ചിട്ടില്ല. പക്ഷേ അവർ ഒരു മുർസലിന്റെ വില അറിഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാൾക്ക് റസൂലിനോട് ബന്ധമുണ്ട്. മക്കയിൽ ഒരാൾ വരുമെന്ന് നേരത്തെ പ്രസംഗിച്ച് മക്കക്കാരെ നന്മയിലേക്ക് ക്ഷണിച്ച ആളാണ് ആര്? ഖുസ് ഇബ്നു സഈദ. മക്ക കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ ഖുസ് ഇബ്നു സഈദയാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? റസൂലുള്ള വരുന്നതിന്റെ നുബുവത്തിന് മുമ്പ് മരിച്ചു അയാളാണ് ആര്? ഖുസ് ഇബ്നു സഈദ.
കാന മുബഹിദൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് മരിച്ചുപോയ ആളാണ്. അതിന്റെ മഹത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ആളാണ്. എന്നാൽ ഒരു റസൂലിനെ കാണാനുള്ള ഭാഗ്യമൊന്നും ഈ ഖുസ്സ് ബിൻ സഈദക്ക് ഉണ്ടായിട്ടില്ല. അതിൽപ്പെട്ട ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. ഈ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ് ആരെ കൊണ്ടുപോയത്? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി കൊണ്ടുപോയത്. മനസ്സിലാവണില്ലേ? നേരത്തെ തന്നെ തൗഹീദിന്റെ ആളായിരുന്നു ആര്? വറഖത്ത് ബിൻ നൗഫൽ. നിങ്ങൾക്ക് മനസ്സിലായോ? മൂന്നാമത്തെ ആളാണ് എന്ത്? തുബൈ രാജാവ്. ഒരു റസൂലിനെ ഒന്നും കണ്ടുമുട്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പിന്നെയും റസൂലിനോട് നേരിട്ട് കണ്ടുമുട്ടി എന്ന് പറഞ്ഞ ബന്ധമുള്ള ആൾ ആരേ ഉള്ളൂ? വറഖത്ത് ബിൻ നൗഫലുള്ളൂ. പക്ഷെ വറഖത്ത് ബിൻ നൗഫൽ നേരത്തെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാണ്. ഖുസ്സ് ബിൻ സഈദ, വറഖത്ത് ബിൻ നൗഫൽ, മലിക് തുബൈ, ഈ മൂന്നാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളാ. ഒരു റസൂലിനെ കിട്ടിയ വിശ്വസിക്കണമെന്ന അഭിപ്രായക്കാരുവാ. പക്ഷെ റസൂലിനെ കിട്ടിയത് ഇല്ല. നാമമാത്രമായി കിട്ടിയത് ആർക്കേ ഉള്ളൂ? വറഖക്കേ ഉള്ളൂ. ഇവരൊക്കെ സ്വർഗാവകാശികളാ. മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ മാത ഏത് ചളി? മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് വില അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചാൽ സ്വർഗം കിട്ടും. മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വില അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അത് പറയാനുള്ള അവസരം ഒന്നും ഉണ്ടായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് അറിയാം. ഈ ലോകത്തിന് ഒരു അള്ളാഹു അല്ലാത്തൊരു ഇലാഹ ഇല്ല എന്ന് അറിയാം ഒരാൾക്ക്. ഒരു ശക്തിയില്ലാതെ ഈ ലോകത്തെ പഠിച്ചിട്ടില്ല എന്ന് ഒരാൾക്ക് അറിയാം. പക്ഷെ ഇത് റസൂലിൽ വഴിയൊന്നും ഒരാൾക്ക് കിട്ടിയില്ല. അങ്ങനെ മരിച്ചു എന്നാലും സ്വർഗം കിട്ടും. മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചാലും സ്വർഗം കിട്ടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ ഇത്ര വിലയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഒരാളെ മരിച്ചാലോ? പിന്നെ ഈ ജന്നത്ത് കിട്ടിയാ പോരല്ല അയാൾക്ക്. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായല്ലേ? അയാൾക്ക് ഈ ജന്നത്ത് കിട്ടിയാ പോരാ, വേറെ ജന്നത്ത് ഉണ്ടാവണം. ഇതിന് മുമ്പ് വേറെ ഒന്നും ഉണ്ടാവണം. എന്താവും? അറിഞ്ഞോണ്ട് ഒരാൾ മരിച്ചാലും സ്വർഗം കിട്ടുമെന്ന് പുണ്യ റസൂൽ. അപ്പോൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞോണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടും. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വെച്ചാലോ? അപ്പൊ ആ സ്വർഗം കിട്ടിയാ പോരാ, വേറെ ഏതോ നേരത്തെ തന്നെ കിട്ടും. അവർക്ക് സ്വർഗല്ലാത്തൊരു രസം രംഗല്ല. അവർ മരിച്ചാൽ എവിടേക്കാണ് കയറും? സ്വർഗത്തിലേക്ക് കയറും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ അവർക്ക് നഷ്ടമില്ലേനും. എന്താ നഷ്ടമുള്ളത്? നഷ്ടം ഒറ്റ ഉള്ളൂ, ഹിമ്മത്ത്. ഒരാൾ ഷഹീദായാൽ അയാൾക്ക് നഷ്ടമില്ല. പിന്നെയും ഇവിടെ ഏറെ ചെയ്തത് ആരേ ഉള്ളൂ? ഒരാൾ കൊല ചെയ്യപ്പെട്ട ആൾ, ഒരാൾ കൊലയാളി. ഇതിൽ ഏറെ ചെയ്ത ആൾ ആരാണ്? കൊലയാളിയെ ഉള്ളൂ. കൊല ചെയ്യപ്പെട്ട ആൾക്കോ അയാൾക്കൊന്നുമില്ല. അയാൾക്ക് ഒരു ദിവസം ഏതായാലും മരിക്കണം. അത് അയാൾ അജലുമാണ്. അയാൾ അജലിന് മുമ്പ് അയാളെ കൊല്ലാൻ മുന്നോട്ട് കഴിയൂല. അന്ന് ഇയാൾ കൊന്നിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയെങ്കിലും എന്താവും? മരിക്കും. അല്ലെങ്കിൽ വെള്ളാന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ റബ്ബർ ബാലിന്റെ ഒര വെക്കാൻ വേണ്ടി വെച്ച ആസിഡ് കുടിച്ചാലും മരിക്കും. മനസ്സിലായില്ല? ഒരുത്തന്നെ നല്ല രാവിലെ ഉച്ചക്ക് ചോറ് എന്നിട്ട് നോക്കുമ്പോ ജനലിന്റെ മേലെ എന്തായി കുപ്പിന്ന് ഗ്ലാസ് വെച്ചിരുന്ന ഭാര്യ എത്തിക്കുട്ടി വെച്ചതാണല്ലോ വേണം. ചിലപ്പോ ഈ ബിലിസിനെ കൊണ്ട് കുടുങ്ങിയിട്ടും ആകാം. ഇപ്പൊ നല്ല റഹ്മൽ ഉഷാറായിട്ട് ചോറാൻ തിന്നിട്ട് എന്തായി? കളകള ഒറ്റ കൂടിയാ കുടിച്ച് അത് കഴിഞ്ഞ്. അത് അവന്റെ അജല. അപ്പൊ അവനവന്റെ അജൽ എത്തുന്ന ദിവസം അവനവൻ മരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി മരിക്കും, എന്തെങ്കിലും വെച്ച് മരിക്കും. അപ്പൊ ഒരാൾ കൊല്ലുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒന്നും ഇല്ല. പിന്നെ കൊല്ലുമ്പോ വേദന ഇല്ലേ? മരിക്കും വേദന ഉണ്ടല്ലോ. പാമ്പടിച്ച മരണത്തിനും കൊലപാതകത്തിനും വേദന തന്നെയാ. പിന്നെ ഏറെ എന്തേ ഉള്ളൂ? നിങ്ങളോടാണല്ലോ ഇപ്പൊ പറയേണ്ടി വന്നത്. ഇവനാകെ ഏറെ എന്തേ ഉള്ളൂ? ആകെ അവനൊന്നേ ഏറുള്ളൂ. എന്ത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുമെന്നൊരു നിയ്യത്തും ഹിമ്മത്തും. അത് മാത്രം. വേറെ ഒക്കെ വേദന കണക്കാ. അതൊറ്റ കൊല്ലാണെങ്കിലും അതേ വേദന, രണ്ട് വേദന ഉണ്ടാവില്ല. പിന്നെ ഈമാന്റെ ആളുകളാവുമ്പോ വേദന എന്താവും? കാണുന്നവർക്ക് വേദന ഉണ്ടാവുള്ളൂ.
മരിക്കണവന് വേദന കുറയും. ഷഹീദിന്റെ മരണത്തിൽ ഷഹീദിന് വേദന കുറയും, കാണുന്നവർക്ക് വേദന കൂടും, മരിച്ചവന് കുറയും. മനസ്സിലായില്ല? അപ്പൊ പിന്നെ എന്താ ഉള്ളത്? പറ, എന്താ ഉള്ളത്? ലാഭമുള്ളത്. നഷ്ടം തീരല്ല, ലാഭമുള്ളത്. പിന്നെ എന്തേ ഉള്ളൂ? രണ്ട് കാര്യം. ഒന്ന്, അള്ളാന്റെ മാർഗത്തിൽ മരിക്കണമെന്ന നിയ്യത്ത്. രണ്ട്, അതിനുള്ള ഒരു ഹിമ്മത്ത്. അള്ളാന്റെ മാർഗത്തിൽ മരിച്ച എനിക്കൊരു ചുക്കും വരാൻ പോണില്ല. അതിനാണ് ഞാൻ എന്ന് ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ മരിച്ചാൽ ഒന്നുമില്ല അവന്. ഏറുള്ളവൻ മറ്റവനാ, ആര്? കൊന്നോൻ. പിന്നെ ഖിയാമത്ത് നാൾ വരെ അവന്റെ മേൽ അള്ളാന്റെ ശാപം ഉണ്ടാവും. വലാക്കില്ലാത്ത ഷൗറൂന. പൊട്ടാടിയെ മരിച്ചുപോയ വേറുള്ളവരെ പറ്റി എനിക്ക് വല്ല ബോധമുണ്ടോ? പറയട ചങ്ങാതി, ബോധമുണ്ടോ? ഇല്ല. പിന്നെന്താ ഇവരെ പറ്റി ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്ത് മാനയുള്ളത്? അതിനുള്ള മാന അങ്ങനെയാണ്. അവരെ പറ്റി ബയാനുകളിൽ വന്നിട്ടുണ്ട്. അവർക്ക് ഖബറിൽ കിടക്കുന്നു, ഖബറിന്റെ ഒരു ഭാഗത്ത് സ്വർഗീയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും മനസ്സിലായില്ലേ? അവരെ ഇല്ലിയിൽ പാർപ്പിക്കുമെന്നൊക്കെ ഏകദേശം പല ജാതി വിവരങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മറ്റേന്റെ വാതിൽ ഇക്കാര്യം വരെ റസൂലുള്ളാഹ് തുറന്നിട്ടില്ല. എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന്റെ വാതിൽ തുറന്നിട്ടില്ല. അതിലേക്ക് ചെറിയ വാതിൽ തുറന്നു വെച്ചതാണ്. എന്ത്? അവനെ അള്ളാന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അള്ളാഹ് എനിക്കൊരാഗ്രഹമല്ല. എന്ത്? അൻ ഉറജ്ജഅനി ഇല ദുനിയ, ഇന്ന ദുനിയാവിലേക്ക് മടക്കുക. വ അൻ ഉഖാതില, ഞാൻ ഭൂമി ചെല്ലണ അന്ന് തന്നെ പിന്നെയും യുദ്ധം ഉണ്ടാവുക. വ അൻ ഉഖ്തല, അന്ന് തന്നെ ഞാൻ പിന്നെയും മരിക്കുക. മിഅത മറ, ചുരുങ്ങിയത് അങ്ങനെ ഒരു 100 വട്ടെങ്കിലും ഉണ്ടാകുക. ഇതാണ് എൻ്റെ ആഗ്രഹം, വേറൊന്നും ആഗ്രഹമില്ല എന്ന് ഷഹീദ് പറയുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മഹാന്മാരായ ശുഹദാക്കളുടെ പദവി നമുക്കൊക്കെ തരട്ടെ. അള്ളാഹിന്റെ മാർഗത്തിൽ മരിക്കാൻ ഹക്കിന് വേണമെന്ന് കുട്ടികളെ, ഹക്കാണ് വിഷയം. ഹക്കിന് വേണ്ടി ജീവിക്കുക, ഹക്കിന് വേണ്ടി മരിക്കുക, അത് ഭയങ്കര വിഷയമാണ്. കാരണം അതിനേക്കാൾ വലിയ സംഗതിയില്ല. ഈ ലോകം നിലനിൽക്കുന്നത് ഹക്കിന്റെ മേലാണ്. ഹക്കിനാണ് വില, എന്തിനും ഹക്കിനാണ് വില. ഹക്കിനെ പോലെ വേറൊരു വിലയുമില്ല, ഒന്നുമില്ല. ഹക്കിന് വേണ്ടി തന്ത്രം ചെയ്യാം, ഹക്കിന് വേണ്ടി നോണ അറിയാം. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? പറയും മനുഷ്യന്മാരെ, ഭാര്യനെ കൊണ്ട്. എന്തൊരു മനുഷ്യന്മാരാണ് പഠിച്ചവനെ. ഹക്ക് വിജയിക്കുക എന്നുള്ളൊരു മസ്ലഹത്തുണ്ടായാൽ മതി. നാളെ മുതൽ നോണ പറയാൻ വേണ്ടി നടക്കണ്ട. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്ത് ചെയ്യാം പറഞ്ഞേക്കാം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം സാറ ബീവിയും കൊണ്ട് പോവാ. രാജാവ് പിടിച്ച് ഇപ്പോൾ പറഞ്ഞ ഇതിന്റെ പെങ്ങളാണ്, ഇതിന്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞു സയ്യിദ്ന ഇബ്രാഹിം. എന്തുകൊണ്ട്? ഏതൊരു ചെറുപ്പക്കാര പൊരുത്തന്റെയും സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിൽ കുശുമ്പുള്ളവരാണ് രാജാവ്. സുന്ദരിയായ പുതിയ എണ്ണാണെങ്കിൽ എനിക്ക് വേണം. പെങ്ങളാണെങ്കിൽ മാന്യത കൽപ്പിക്കും, ഭാര്യയാണെങ്കിൽ പിടികൂടും. ആര്? അങ്ങനത്തെ ഒരു പിരാന്തൻ രാജാവ് ഉണ്ടായിരുന്നു ഷാമില്. ആ രാജാവിന്റെ അടുത്തേക്ക് കൂടെ പോയി സയ്യിദ്ന ഇബ്രാഹിം മൻഹാദിഹി വെച്ചു. ഇതാരാന്ന് വെച്ച് കൊട്ടയിലേറ്റുകൊണ്ടേ, ഇതെന്താന്ന് വെച്ച് ശരക്കാണ്, ഇറച്ചിക്ക് നിർബന്ധിച്ച് ഇറക്കിച്ച്. അപ്പൊ നോക്കുമ്പോ ആരാ? സുന്ദരിയായ ഒരു പെണ്ണ്. ഇതാരാന്ന് വെച്ച് എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങളാണ്. അപ്പോൾ വിട്ട് പിടികൂടിയപ്പോൾ പിന്നെ എന്തുണ്ടായി? പിന്നെ വിടേണ്ടി വന്ന് അവര് വാക്ക് പറഞ്ഞു. ആര്? ഇബ്രാഹിം ഇതിന്റെ പെങ്ങളാണ്. ഒരു നിലക്ക് നേരാ. കാരണം എല്ലാരും ആദം നബിന്റെ മക്കളാണല്ലോ. അത് വിളവ് കൂടെ ഒപ്പിച്ച്. ഇതുകൊണ്ടൊരു വലിയ മസ്ലഹത്തുണ്ട്. ആര്? ഈ പെണ്ണിനെ പിച്ച് ചീന്തപ്പെടൂല. ആര് പറഞ്ഞു? സയ്യിദ്ന ഇബ്രാഹിം. അങ്ങനെയാണ് ഹക്കിന് വേണ്ടി വിളവെടുക്കാം, വിളച്ചിൽ നടത്താം, ഹക്കിനെ വിജയിപ്പിക്കാൻ വേണ്ടി തന്ത്രം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, പലതും ചെയ്യാം. ഹബീബ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഹിജ്റ പോവായിരുന്നു. ബദറിലേക്ക് എത്തി. ബദറിന്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടുത്തെ നാട്ടുമൂപ്പനെ കാണാൻ പോകാൻ രണ്ടാളും കൂടെ തീരുമാനിച്ചു. നിങ്ങൾ നല്ല ഫോമിലല്ലേ? മനസ്സിലായില്ല? രണ്ടാളും കൂടെ ഹക്കിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഹിജ്റ പോവാ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ചെന്ന് അവർ നാട്ടുമൂപ്പനുണ്ടായിരുന്നു ബദറിന്റെ പരിസരത്ത്. അപ്പൊ അയാളെന്ന് കാണാൻ തീരുമാനിച്ചു. അയാളെ കാണാൻ തീരുമാനിച്ചെന്താ? അയാൾക്ക് മക്കൾക്കാരുമായി ഭയങ്കര ബന്ധമുണ്ട്. അതുകൊണ്ട് നീക്കങ്ങളൊക്കെ ഏകദേശം ഇയാൾ അറിയുന്നുണ്ടാവും. ഇയാളുടെ അടുത്തേക്ക് എന്ന് മക്കാരുടെ വല്ല വിവരമുണ്ടോ, മക്കത്തെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. മനറ്റ് മങ്ങളാരാഴ്ച
അയാള്. അപ്പോൾ പറഞ്ഞു, നഹ്നു മിൻ മാഇൻ ദാഫിഖ്, ഞങ്ങൾ തെറിച്ചു പുറപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ്. തിരിഞ്ഞില്ല. ഇയാളെ ഇങ്ങനെ പറയുന്ന ഒരു നാടുണ്ട്, മാവുൻ ദാഫിഖ് എന്ന് പറയുന്ന ഒരു പേര് ഇറാഖിന്റെ പേരാ. വെള്ളം ഏറുള്ള നാട് എന്നാണ് നേരെ മേന. വെള്ളം ഏറുള്ള നാട് എന്ന് പറയപ്പെടാറുണ്ട്. എന്തിനെ പറ്റി? ഇറാഖ്. കാരണം ഇറാഖിൽ യൂഫ്രട്ടീസ് ഉണ്ട്, ടൈഗ്രീസ് ഉണ്ട്. അതുകൊണ്ട് അറബികൾക്കിടയിൽ, അറബികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹിത്യത്തിലൂടെ വർത്താനം പറയാം. അറബ് സാഹിത്യകാരന്മാര് മാവുൻ ദാഫിഖ് എന്ന് പറഞ്ഞാൽ നേരെ മനസ്സിലാക്കുക ഏതാ? ഇറാഖിനാണ്. അപ്പൊ ഇയാളെന്ന് വിചാരിച്ച് ഇറാഖിലെ ആളുകളാവും, കുഴപ്പമില്ല, മക്കാരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്. പറഞ്ഞതെന്താ? ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. റസൂൽ പറഞ്ഞാ അയാൾ മനസ്സിലാക്കിയോ പറയാം, അങ്ങനെ പറയാം. അതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? ലക്ഷ്യം ഹക്കിനെ വിജയിപ്പിക്കല, തന്ത്രത്തിൽ കൂടെ ചാടാ. അതേ സമയത്ത് തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ നാട്ടിലിറങ്ങുമ്പോഴും ആ നാട്ടിൽ ഇറങ്ങി വഴിയോദിക്കുകയും മുമ്പും പിന്നെ പോയ യാത്രക്കാരെ പറ്റി അന്വേഷിക്കുകയും ചെയ്യും സയ്യിദ്ന സിദ്ദീഖ്. അപ്പോൾ ഒട്ടപ്പുറത്ത് ഒരാളിരിക്കുക. അപ്പോൾ ആ നാട്ടുകാർ ചോദിക്കും, മൻഹാദ മൻഹാദ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാദാ ജാഅനി യഹ്ദീനി അത്വരീഖ്, ഇതൊരാളാണ്, അയാൾ വഴികാട്ടാൻ വേണ്ടി എൻ്റെ ഒപ്പം വന്നതാ, ഞാൻ അന്വേഷിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ല. അവരെന്ത് മനസ്സിലാക്കി? ഇത് ഗൈഡാണ്. പറഞ്ഞ നേരെ തന്നെയാ, നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഹിജ്റ പോയപ്പോഴൊക്കെ ഓരോ സ്ഥലത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നാട്ടുകാരെ പറ്റി, നാട്ടുകാരോട് മുമ്പ് ഇവിടെ പോയ യാത്രാ സംഘത്തെ പറ്റി അന്വേഷിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ നാട്ടുകാർ ചോദിക്കും, മൻ ഹാദാ, ഈ ആളാരാ, ഈ ആളാരാ? അപ്പോൾ പറഞ്ഞു, ഹാദാ റജുലുൻ യഹ്ദീനി അത്വരീഖ്, ഈ ആൾ എനിക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്നതാ. ഏതാ വഴി? കൂട്ടരെ ഏതാ വഴി? സ്വർഗത്തേക്കുള്ള വഴി. നാട്ടുകാരെന്ന് മനസ്സിലാക്കി ഏതോ കച്ചവടത്തിന് പോവുക, വഴി കാണിക്കാന്നാ വിചാരിച്ചു. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെ തന്ത്രങ്ങളാ. ഹക്കിനെ വിജയിപ്പിക്കാൻ തന്ത്രം ചെയ്യാം. തന്ത്രജ്ഞന്മാർക്ക് മാത്രമേ ഹക്കിനെ നയിക്കാൻ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എന്നെ ഒരു നാട്ടിൽ നേതാവാക്കണം എന്ന് പറഞ്ഞപ്പോൾ, പറ്റില്ല, നിന്നെ ഞാൻ നേതാവാക്കൂല, ഇന്നക റജുലുൻ ലഈഫുൻ, നിനക്ക് വലിയ വിളവും തിരിവും അറിയാത്തവനാ. ഒരു നാട്ടിൽ നേതാവാക്കണമെങ്കിൽ ആരാകണം? കുറച്ച് വിളവുള്ളവനാണ്. ആ വിളവ് ഹക്കിന് വേണ്ടി പ്രയോഗിക്കണം. ഹക്കിനേക്കാൾ വലിയൊരു കാര്യമല്ല. ഹക്കിന് വേണ്ടി വിളവ് പ്രയോഗിച്ചാൽ വലിയ കാര്യമാണ്. ഹക്കിന് വേണ്ടി ഒരാൾ ജീവിച്ചാൽ വലിയ കാര്യമാണ്. ഹക്കിന് വേണ്ടി മരിച്ചാൽ അത് മരണമല്ല, അതൊരു വേറെ ലോകത്തേക്കുള്ള ഒരു പോക്ക. അല്ലാഹു തആല സ്വർഗം തരട്ടെ. അപൂർവമായ അവസരങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ തന്നെ സ്വർഗീയ അങ്കനകൾ, മനോഹരമായ വളകളിട്ട കൈകളുള്ള പെണ്ണുങ്ങൾ ഒരു മനുഷ്യന്റെ മയ്യത്തെ താങ്ങിപ്പിടിച്ച് ഖബറിൽ വെക്കുന്നത്. ആ മനുഷ്യൻ ആരായിരുന്നു? കാന ഷഹീദൻ. ആരായിരുന്നു? ഷഹീദായിരുന്നു. ഷഹീദായ മനുഷ്യനെ ഖബറിൽ നിന്ന് വെച്ചപ്പോൾ പെണ്ണുങ്ങൾ താങ്ങിപ്പിടിച്ച്, വളയിട്ട കൈകൾ കൊണ്ട് പെണ്ണുങ്ങൾ താങ്ങിപ്പിടിച്ച് അയാളെ വെക്കുകയും ഖബറിൽ വെച്ച ഉടനെ തന്നെ അയാളെ കഫം പട വന്ന് നിൽക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ മത്സരിക്കുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് മറവ് ചെയ്ത് ആ പെണ്ണുങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞതെന്ന് പുണ്യ റസൂൽ. അത് വേറൊരു ലോക. അപ്പോൾ അവരുടേത് വേറെ സ്വപ്നം പോലെ ആവൂല, അവർക്ക് നേരപ്പെട്ട വേറൊരു ലോകമാണ്. അതാണ് ഇപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ചർച്ച കൊണ്ടുവന്നത്. ഒന്ന്, ഹക്കിന് നാസിറില്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് യാസീനിലെ പ്രമുഖമായ ഒരു പാഠം. സത്യം ഉണ്ടോ? സത്യത്തിന് എന്തുണ്ടാവും? സഹായം ഉണ്ടാവും. സത്യം എന്നുള്ളത് ഇന്ന് അർദ്ധസത്യമാകാൻ പാടില്ല. എന്തെന്നെ ആവണം? സത്യമാവണം. സത്യത്തിന് സഹായം ഉണ്ടാവും, ഒരിക്കലും ഇല്ലാതിരിക്കില്ല. ഒരു കാലം കലീലിനെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും സഹായം ഉണ്ടാവും. അവരെ കൊല്ലും, ആയിക്കോട്ടെ, കൊന്നോട്ടെ, കൊല്ലലൊരു വിഷയമല്ല, കൊന്നാലും പ്രശ്നമില്ല, കൊന്നോട്ടെ, അതൊന്നും ഉണ്ടാവില്ല. മുഖദ്ദസ് പള്ളി തകർത്ത് കളഞ്ഞതിന്റെ മരികിലൂടെ പോയപ്പോൾ ആത്മകഥം ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉസൈർ. ഈ മരിച്ചുപോയ ഈ നഗരത്തെ ഇനി ആരാണ് പുനരുജ്ജീവിപ്പിക്കുക എന്ന് ആത്മകഥം ചെയ്തു മഹാനായ സയ്യിദുനാ ഉസൈർ റളിയല്ലാഹു അൻഹു. ആരുമില്ല, ഒന്ന് സഹായം ഉണ്ടെങ്കിൽ ഒന്ന് ഒത്തിപ്പിടിച്ചു നോക്കാൻ ഒരു സഹായം കിട്ടാനില്ല. അള്ളാഹു ഉസൈറിനോട് എന്ത് പറഞ്ഞ്? അവിടെ കിടന്നാളാണ്, ഇതിന്റെ ആവശ്യമില്ല. 100 കൊല്ലം കൊണ്ട് കഴിഞ്ഞ് ഹയാത്താക്കിയപ്പോൾ മനോഹരമായി തീർന്നിട്ടുണ്ട് മുഖദ്ദസ് പള്ളി.
മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അള്ളാഹു തആലക്ക് നമ്മൾ സഹായി അങ്ങോട്ട് കാണിച്ചു കൊടുക്കേണ്ടതില്ല. സഹായി ആര് നൽകും? അള്ളാഹു നൽകും. നാസറില്ലാത്തൊരു ഹക്ക് ഉണ്ടാവില്ല, ഹക്കുണ്ടെങ്കിൽ സഹായം ഉണ്ടാവും ഉറപ്പ്. ഇലാ യൗമിൽ ഖിയാമ ഹക്കിന് നാസറില്ലാത്തൊരു കാലഘട്ടം ലോകത്ത് വരുന്നില്ല. നമ്മളെ പിന്നിൽ നമ്മളൊരു സത്യം പറഞ്ഞിട്ട് സഹായിക്കാൻ ഒരു നാട്ടിൽ ആളില്ലെങ്കിൽ ഉറപ്പിക്കാം, നമ്മളൊന്ന് പരിശോധിക്കണം, എന്തോ അബദ്ധം നമുക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു കാര്യം നാട്ടിൽ പോയി പറഞ്ഞിട്ട് ഒരു ഒറ്റ മനുഷ്യൻ പിന്നാലെ കൂടി എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗട്ട് തീർക്കണം, നമുക്കെന്തോ ഫാൾട്ട് വെച്ചിട്ടുണ്ടാവും. ഹക്കന് നാസറില്ലാത്തൊരു സമാനോ മക്കാനോ ഉണ്ടാവില്ല, ഹക്കന് എവിടെ നാസറുണ്ടാവും. പക്ഷെ അത് പറയേണ്ട രൂപത്തിൽ പറയണം, അതിൻ്റെ മാന്യത നമ്മൾ പുലർത്തണം, അതിൻ്റെ ആദാബുകളും ചിട്ടകളും പാലിച്ചാൽ ഉണ്ടായിരിക്കും, ഉണ്ടാവാത്തൊരു കാലം വരില്ല. ഇതാണ് ഈ യാസീനിലെ ഏറ്റവും വലിയ പാഠം. ഈ ഹക്കിന് ഇവിടെ വന്ന് പറഞ്ഞു മഹാന്മാരായ 3 ആളുകൾ. അപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ നാസർ ഉണ്ടായി. ആ നാട്ടിൽ നിന്നുണ്ടായ നാസറാണ് ഹബീബുൻ നജ്ജാർ. നോക്കി ആയത്തിലേക്ക് നോക്കി, ഇത് ഇപ്പം തീർക്കണം. മമാൻസലിനവരെപ്പോഴും ഓതി തരാം, തീർത്തു. പട്ടണത്തിന്റെ അങ്ങേ ഭാഗത്ത് നിന്ന് വന്ന റജുലൻ, ഒരാൾ ഓടിയും കൊണ്ട് വന്നു. കാല പറഞ്ഞു, ഭൗതികമായ ഒരു കൂലി ചോദിക്കാത്തവരോട് നിങ്ങൾ പിൻപറ്റുവീൻ. അവർക്ക് ഹിദായത്താണ് ലക്ഷ്യം, അവർ ഹിദായത്തുള്ള ആളുകളാണ്. അതായത് ഒരു ഖൈർ പറയുന്നവരിൽ വിഷയത്തിൽ അവർക്ക് എന്ത് ലക്ഷ്യമല്ല, മനസ്സിലായില്ല? അവർക്ക് എന്ത് ലക്ഷ്യമല്ല? ദുനിയാവ് ലക്ഷ്യമല്ല, ദുനിയാവിന്റെ സുആല് ലക്ഷ്യമല്ല. അങ്ങനെ ദുനിയാവിന്റെ സുആല് ലക്ഷ്യമല്ല. ഈ അടുത്ത കാലം വരെയുള്ള മനുഷ്യന്മാരിലൊക്കെ അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പള്ളിയിലേക്ക് ഒരു ഉസ്താദിനെ വന്ന് വിളിച്ചാൽ എന്നെ കുട്ടികൾക്ക് ദർശനമൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് അവിടെ പോകും, ശമ്പളം അറിയില്ല, ശമ്പളം കൊടുത്ത് വാങ്ങും. എത്രയോ എന്നാ പരമദരിദ്രന്മാരായിരിക്കും, ശമ്പളം ജീവിതത്തിൽ പറയില്ല. ഈ ഒരു ഇന്ത്യ കുട്ടിക്കാലത്തൊക്കെ 99% അങ്ങനെയായിരുന്നു, ശമ്പളം അറിയില്ല. കാരണം പിന്നെ ആ കുടുംബത്തിന് കഴിഞ്ഞുവിടാനുള്ളത് ആര് കൊടുക്കും? നാട്ടുകാർ കൊടുക്കും. എത്ര കമ്മിയാലും ഒരു ക്ഷമിക്കും, അതിൻ്റെ പേരിൽ അപ്പുറത്തേക്ക് പോവില്ല. കാരണം അവരെ ലക്ഷ്യം ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ ശമ്പളം പറയാത്ത എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒരു നിലക്ക് എന്തായത്, ഒരു ഭൗതിക സ്കൂൾ പോലെ എന്തോ ആയി മാറി. ഇതൊക്കെ തന്നെ ആയി മാറി. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. അതിനനുസരിച്ച് ബർക്കത്ത് എടുത്തു പോവുകയും ചെയ്തു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. മുദരിസന്മാർ ₹1 ശമ്പളം ജീവിതത്തിൽ പറയില്ല. അങ്ങനെ കൊടുക്കുന്നത് തന്നാൽ അവർ തന്നാലും അതൊക്കെ നിങ്ങൾ ഉത്തരവാദിത്വം, നമ്മൾ പണിയെടുക്കുക, അത്ര തന്നെ. അപ്പോഴെങ്കിലും കുട്ടികൾക്ക് ദർശന സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുള്ളൂ. ശമ്പളത്തിലെ കമ്മിയോ മറ്റോ യാതൊരു വിഷയം ഉണ്ടാവില്ല, അതിലൊന്നും സംഗതി ഉണ്ടാവില്ല. അങ്ങനെയാണ്, അത് അവർക്ക് വിഷയം തന്നെ ആവില്ല. അങ്ങനത്തെ മനുഷ്യന്മാർ അള്ളാഹിന്റെ മാർഗത്തിൽ അവർ പ്രവർത്തിക്കും. അങ്ങനെ തന്നെ ഒരു ഖൈറായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഒരു നാട്ടുകാർ വിളിച്ചുണ്ട്, ശമ്പളമൊന്നും പറഞ്ഞില്ല, ഒരു ഖൈറായ കാര്യത്തിന് വിളിച്ചുണ്ട്. അങ്ങനെ ഖൈറായ കാര്യം ആ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് അവരപ്പോൾ ഒരു പാരിതോഷികം കൊടുത്ത്, ആ പാരിതോഷികം പോക്കറ്റിലിട്ട് ബസ് കയറി ഉറങ്ങി, പോക്കറ്റടിച്ചു പോയി. അപ്പോൾ ആ മനുഷ്യൻ പിന്നെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചാണ്ട് പറഞ്ഞ്, കള്ളം കൊണ്ടുപോയതിനൊരു കണക്ക് പറയാൻ കഴിയൂല, മനസ്സിലായില്ല, കണക്ക് കിട്ടിയിട്ടില്ല. പോക്കറ്റ് അടിച്ച പോകാന്ന് വർത്താനം പറഞ്ഞത് മൂല്യന്മാർ ചിരിക്കുക. അപ്പോൾ ഒരു വയസ്സായ മൂല്യർ പറഞ്ഞപ്പോൾ എത്ര പോയി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് സംഗതി അറിയില്ല, മനസ്സിലായില്ല, അത് അവിടുന്നും തുറന്നിട്ടില്ല, പിന്നെയും തുറന്നിട്ടില്ല, സാധനം എവിടെയായിരുന്നു? പോക്കറ്റിലായിരുന്നു. ബസ് കയറി കൊണ്ട് ഞാനും ഉറങ്ങി, തുറന്നു നോക്കണ പരിപാടിയില്ല, മനസ്സിലായില്ല, കണക്ക് കിട്ടിയിട്ടില്ല. പോക്കറ്റ് അടിച്ച പോകാന്ന് വർത്താനം പറഞ്ഞത് മൂല്യന്മാർ ചിരിക്കുക. അപ്പോൾ ഒരു വയസ്സായ മൂല്യർ പറഞ്ഞപ്പോൾ എത്ര പോയി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് സംഗതി അറിയില്ല, മനസ്സിലായില്ല, അത് അവിടുന്നും തുറന്നിട്ടില്ല, പിന്നെയും തുറന്നിട്ടില്ല, സാധനം എവിടെയായിരുന്നു? പോക്കറ്റിലായിരുന്നു. ബസ് കയറി കൊണ്ട് ഞാനും ഉറങ്ങി, തുറന്നു നോക്കണ പരിപാടിയില്ല, മനസ്സിലായില്ല. എത്ര കിട്ടിയാലും അതിലൊരു വിഷയമല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മനുഷ്യന്മാർ. അവര് ഒരു കാര്യം തന്നെ അവിടെ ചോദിക്കേയില്ല, അവരത് ചോദിക്കില്ല. അതാണ് ഇത്തബിഉമല്ല യസ്അലുക്കും. അത് വലിയ ദർജ. ദീനിയായ ഒരു കാര്യത്തിനൊരു കാര്യം പറയാതിരിക്കാൻ.
ഒരു ഇൽമിന് വേണ്ടി ഒരു മുസ്ലിയാർ ഒരു ശമ്പളം പറഞ്ഞാൽ, ഒരു ഇൽമിന് വേണ്ടി ജീവിക്കാനൊരു വകുപ്പ് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, 2ാം നമ്പർ ആണെങ്കിലും ഒരു ഇൽമിന് വേണ്ടി ഒരു ഇൽമ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇന്നാൽ ഇന്നത് കിട്ടണം എന്ന് ഒരു ആലിമ വാദിച്ചാൽ അവൻ ആ ഇൽമിനെ നിന്ദിച്ചു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇൽമിനെ ഒരു ആലിമ മറച്ചാലും ആ ഇൽമിനെ അന്ത്യനാളിൽ അഗ്നിയുടെ വളയമാവും. ആ ഇൽമിനെ അയാൾ വില നിശ്ചയിച്ചാലും അഗ്നിയുടെ വളയാവും. അള്ളാഹു കാക്കട്ടെ. കാരണം ഇൽമിനൊരു വില പറയാൻ കഴിയില്ല, ഇൽമിനൊരു വില പറയാൻ കഴിയില്ല. ക്ഷേത്രങ്ങളിൽ പ്രസംഗിക്കാൻ വരുന്ന സന്യാസിമാർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലം ഭയങ്കര ചർച്ച ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലെ മനോരമയില് ഭയങ്കര ചർച്ച നടന്നു, എത്രയാ കൊടുക്കേണ്ടത്. പല ആളുകളും പറഞ്ഞു, ഒരിക്കലൊരു സന്യാസി ലേഖനം എഴുതി 1 റുപ്യാകാം, 1 കോടി റുപ്യാകാം, ദക്ഷിണക്ക് പരിധിയില്ല. അതൊരു വൃത്തിയുള്ള വാക്കായി എനിക്ക് തോന്നി. മനസ്സിലായില്ല? 1 റുപ്യാകാം, 1 കോടി റുപ്യാകാം. അബുൽ ഹസൻ അലവി നദവി സാഹിബിനെ ബഹുമാനപ്പെട്ടവരെ 2 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ചാർട്ടർ ഫ്ലൈറ്റ് അയച്ച് ദുബായിലേക്ക് കൊണ്ടുപോയി. 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 10 ലക്ഷം ദിർഹം കൊടുത്ത്, 1 കോടി റുപ്യ വേദനയുള്ള ശമ്പളം. തിരിഞ്ഞില്ല. നിലത്തുണ്ടാവങ്ങൾ പിടിച്ചിരുന്നോളി, വീണോണ്ട, നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ദുബായിലെ ഇന്നത്തെ രാജാവ് ഷെയ്ഖ് മുഹമ്മദ് 2 മണിക്കൂർ 2 മണിക്കൂർ വയലു പറഞ്ഞു. 2 മണിക്കൂർ വയലു പറഞ്ഞപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തു. 2 മണിക്കൂർ വയലു പറഞ്ഞപ്പോൾ ഞാൻ ഷെയ്ഖ് മുഹമ്മദ് വിളിച്ചിട്ട് 2 മണിക്കൂർ വയലു പറയാൻ വേണ്ടി പോയി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ, ഒരു ഗസറ്റഡ് ഓഫീസറായ സർക്കാർ ഉദ്യോഗസ്ഥന് 1 കൊല്ലം പണിയെടുത്താൽ എത്ര ശമ്പളം കിട്ടുമോ അതിൻ്റെ ഇരട്ടി രൂപ എനിക്ക് തന്നു. ഈ സാധുവായി എനിക്ക് നിങ്ങൾ തരിച്ച ഞങ്ങൾക്ക് എൻ്റെ അവസരത്ത് 2 കൊല്ലം മുമ്പ് ഷെയ്ഖ് മുഹമ്മദിന്റെ ക്ഷണപ്രകാരം ഞാൻ ദുബായിലേക്ക് പോയി. 2 മണിക്കൂർ വയലു പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദിന്റെ നാട്ടിൽ. ഒരു പാരിതോഷികം തന്നു. പാരിതോഷികം ഒരു ഗസറ്റഡ് ഓഫീസറായ UGC സ്കെയിലിൽ ശമ്പളം വാങ്ങുന്ന ഒരാളുടെ 1 കൊല്ലത്തെ ശമ്പളത്തിനേക്കാൾ ഉണ്ടായിരുന്നു. ദക്ഷിണക്ക് വരുത്തില്ല, കുറക്കാം. പക്ഷെ ലായസ് അലുക്കും അജറൻ, അവരെന്ത് പറയാൻ പാടില്ല? കൂലി പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തന്നെ ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി അവരത് ചെയ്യാൻ പാടില്ല. ഭൗതികമായ ഒരു കാര്യം അവരെ ലക്ഷ്യപ്പെടാൻ പാടില്ല. അല്ലെങ്കിലും റിസ്ക്കിന്റെ കാര്യം ഏറ്റത് മനുഷ്യനല്ല, അതാരാണ്? അല്ലാഹു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. റിസ്ഖ് ഏറ്റത് അല്ലാഹുവാണ്. അല്ലാഹു വാസിഅത്തായ റിസ്ഖിനെ തുറന്നു തരട്ടെ. അല്ലാഹു വാസിഅത്തായ റിസ്ഖിനെ തുറന്നു തരട്ടെ. അപ്പോൾ ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. കൊടുക്കാം, കൊടുക്കാതിരിക്കാം, അതവർ ഭൗതികമായ ഒരു ലക്ഷ്യം അവർ ചോദിച്ചു വന്നിട്ടില്ല. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മൻ, ചില ആളുകൾക്ക്, ലാ യസ്അലുകും അജ്റൻ, അവർ നിങ്ങളോടൊരു കൂലി അതിന്റെ പേരിൽ ചോദിക്കൂല. അംബിയ മുർസലീങ്ങൾ ഒരു നാട്ടിലേക്ക് വയലു പറയാൻ വരുന്നത് ശമ്പളത്തിനാ? പറ, അവർ ശമ്പളത്തിനാണോ വരുന്നത്? അല്ല, അതിനല്ല വരുന്നത്. ദീനിന്റെ കാര്യം അങ്ങനെയാ. നിവർത്തി ഉണ്ടായാൽ, ജീവിക്കാനുള്ള നിവർത്തികൾ ഉണ്ടായാൽ പിന്നെ അവർ ദുന്യാവിന്റെ പേരിൽ ഒരു പ്രതിഫലം പറ്റാതിരിക്കലാണ് ഖൈറു. അത് പറ്റാതിരിക്കുക, അതാണ് അവരുടെ ഖൈർ. വളക്കം അബ്ദുൽ ബാരി എന്നൊരു മഹാനുണ്ടായിരുന്നു. മഞ്ചലിൽ ഏറ്റിക്കൊണ്ടുപോകും. ഒരു വയലിന് പോയാൽ വയൽ കഴിയുമ്പോൾ അവരെന്തെങ്കിലും ശമ്പളം കൊടുക്കും, ഒരു സംഗതി കൊടുക്കും, എന്തെങ്കിലും കയ്യിൽ കൊടുക്കും. വലിയ മുതലാളിയായിരുന്നു. അത് വാങ്ങും, നേരെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? മഞ്ചൽ ഏറ്റി വന്ന ആളുകൾക്ക് വിധിച്ചു കൊടുക്കും. മുപ്പര് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നീലാഞ്ചേരി കുഞ്ഞാപ്പുസ്ലാരി എന്നൊരാളുണ്ടായിരുന്നു, കേട്ടിട്ടില്ലേ? മരിച്ചുപോയി. നീലാഞ്ചേരി കുഞ്ഞാപ്പുസ്ലാരി കേട്ടിട്ടില്ലേ? വലിയ മഹാനായിരുന്നു. ശമ്പളം വാങ്ങും, എന്നിട്ട് പള്ളിൻ്റെ പണി അങ്ങനെ എടുപ്പിക്കും. ശമ്പളം വാങ്ങാതിരിക്കൂല. കാരണം ഇന്നിവിടെ ആളുകൾക്ക് ജോലി ചെയ്യണം, അവർക്ക് കുട്ടികളെ പോറ്റാനുണ്ടാവും. അപ്പോൾ മുമ്പത്തെ ആളുകൾക്കൊന്നും ശമ്പളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും കൊടുക്കാതെയോ. അപ്പം അത് പറ്റൂല. എന്തെങ്കിലും ഒന്ന് വാങ്ങും. വാങ്ങിയിട്ട് എന്ത് ചെയ്യും? പള്ളിൻ്റെ പണി അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ പള്ളിൻ്റെ പണി അങ്ങനെ എടുത്തു. 1 റുപ്യ മൂപ്പര് പറ്റൂല. അങ്ങനത്തെ ഒരു മനുഷ്യണ്ടായിരുന്നു നീലാഞ്ചേരി കുഞ്ഞാപ്പുസ്ലാരി. 2 കൊല്ലം മരിച്ചുപോയി. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. അള്ളാഹു തആല അവരുടെയൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ദീനിയായ ഒരു കാര്യത്തിന് ഒരു ഭൗതികമായ ലക്ഷ്യം ഉണ്ടാകാതിരിക്കുക, ലക്ഷ്യത്തെ ചോദിക്കാതിരിക്കുക. തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, മൻ, ചില ആളുകൾക്ക്, ലാ യസ്അലുകും അജ്റൻ, അവർ നിങ്ങളോട് കൂലി ചോദിക്കുകയില്ല, വഹും മുഹ്തദൂന, അവരാണ് നേർമാർഗം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ.
എനിക്കെന്താണ് ലാഅ്ബുദു ഞാൻ ആരാധിക്കാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? വമാലിയ എനിക്കെന്ത് ന്യായമാണുള്ളത്? ലാഅ്ബുദു ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? അല്ലതി ഒരുത്തന് ഫതറനി അവനാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, വൈലൈഹി തുർജഊന അവങ്കലിലേക്കാണല്ലോ എന്നെയും നിങ്ങളെയും ഒക്കെ മടക്കപ്പെടുക. അവനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമുള്ളത്? കാരണം ഞാൻ സ്വയം ഉണ്ടായതല്ലല്ലോ, ഇന്നെ ഒരാൾ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കണ്ടേ? ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമുള്ളത്? അവനില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ പുലർക്ക് വെള്ളം കുടിച്ചാൽ ഹബീബായ റസൂലുള്ളാഹ് വെള്ള പച്ചവെള്ളം കുടിച്ചാൽ റസൂലുള്ളാഹ് ദിക്റല്ലോ. എത്രയാ ദിക്റ്? അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. ഒരു മുൽക്ക് വെള്ളം കുടിച്ചാൽ റസൂലുള്ളാഹ് ദുആ ചെയ്യും. കാരണം ഈ വെള്ളം ഉണ്ടാക്കിയത് ആരാ? അല്ലാഹുവാണ്. അവല്ലെങ്കിൽ ഇതൊന്നുമില്ല. അൽഹംദുലില്ലാഹില്ലദീ ഒരുത്തനാണ് സർവസ്തുതിയും, സഖാന അവൻ നമ്മെ കുടിപ്പിച്ചു, അദ്ബൻ ഫുറാത്തൻ ശുദ്ധമായ പാനീയത്തെ, ബിറഹ്മതിഹി അവന്റെ റഹ്മത്ത് കാരണമായിട്ട്, വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ഇതിനെ ഉപ്പ് കലക്കിയ വെള്ളം അല്ലാഹു ആക്കിയിട്ടില്ല, ബിദുനൂബിന നമ്മുടെ ദോഷം കാരണമായിട്ട്. ഇത് ദുആ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു തന്നിരുന്നു. ആവശ്യക്കാരുണ്ടെങ്കിൽ മഹാന്മാരല്ലേ. അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്. സഖാന അവൻ നമ്മെ കുടിപ്പിച്ചു, അദ്ബൻ ഫുറാതൻ ശുദ്ധമായ പാനീയത്തെ, ബിറഹ്മതിഹി അവന്റെ റഹ്മത്ത് കാരണമായിട്ട്, വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ അതിനെ ഉപ്പ് വെള്ളമോ അവനാക്കിയില്ല, ബിദുനൂബിനാ നമ്മുടെ ദോഷം കാരണമായിട്ട്. അങ്ങനെയുള്ള റബ്ബിനാണ് സർവസ്തുതി. അപ്പൊ നോക്കൂ നിങ്ങൾ എല്ലാം എനിക്കെന്ത് ന്യായമാണുള്ളത്? ലാഅ്ബുദു ഞാൻ ആരാധിക്കാതിരിക്കാൻ അല്ലദീ ഒരാളെ ഫതറനി അവനാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, ഇലൈഹി തുർജഊന അവങ്കലിലേക്കാണ് എന്നെയും നിങ്ങളെയും മടക്കപ്പെടുക. പിന്നെ അത്തഖിദു മിൻ ദൂനിഹി ആലിഹ ഞാൻ ഉണ്ടാക്കണമെന്നോ, മിൻ ദൂനിഹി ആലിഹ അവനെ കൂടാതെ വേറെയും ദൈവങ്ങളെ ഉണ്ടാക്കണമെന്നോ ഒന്നോ? അതെങ്ങനെ എനിക്ക് പറ്റൂ? ഞാൻ വേറെ ദൈവങ്ങൾക്ക് ആരാധിക്കേ? അള്ളാഹു അല്ലാത്ത അള്ളാഹിന്റെ നിയമമാണ് നിയമം, അവന്റെ ന്യായമാണ് ന്യായം, അവന്റെ തീരുമാനമാണ് തീരുമാനം, അവനാ ഭക്ഷണം തരുന്നത്, അവനാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയാണ്. അത് വളരെ ചിന്തിച്ചാൽ പോരെ. ഒരു പുരയില് ഒരു ബാപ്പ അധ്വാനിച്ച് കൊണ്ടുവരുമ്പോൾ ഉമ്മാക്കും കുട്ടികൾക്കും എന്തുണ്ടാവും? ഒരു പേടിണ്ടാവും അല്ലേ? നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം, ഞാൻ ഷിർക്കിനും തൗഹീദിനും ഉദാഹരണം അപ്പം പറയുന്നത്. നിങ്ങൾ നല്ല ഫോമിൽ ഇരുന്ന ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബാപ്പ നയിച്ചുകൊണ്ടിരാ ഒരു പരിയിൽ മക്കളും ഭാര്യയും തിന്നുക എങ്കിൽ ഇറ്റവർക്ക് മുഴുവൻ പേടിണ്ടാവും. ആരെ? ബാപ്പാന്. കാരണം ആ മനുഷ്യൻ നയിച്ചിട്ടാണ് നമ്മൾ തിന്നുന്നത്. ആ പുരയിലൊരു വാക്ക്, രണ്ടാമത്തെ ഒരു വാക്കില്ലാതെ സ്വീകരിക്കുന്ന വാക്ക് ആരുടെ വാക്കാകും? ബാപ്പാൻ്റെ വാക്ക്. ആ മനുഷ്യൻ നയിച്ചിട്ടാണ് തിന്നുന്നത്. കുറേ മക്കളുണ്ട്, എല്ലാവരും നയിക്കും, എല്ലാവർക്കും കൂടി തിന്ന എന്തുണ്ടാവില്ല, ആർക്കും ആരെയും തിരിഞ്ഞില്ല, ആർക്കും ആരെയും വില ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ട്. ഇശി നയിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞാനുണ്ട്. 50-50. മനസ്സിലായില്ലേ? ഇനി അതിനകത്ത് അർത്ഥം വെച്ചോക്കെ. വേറെ ഏത് പഠിച്ചോനെ നിയമം സ്വീകരിക്കേണ്ടത്? കാരണം സൃഷ്ടിച്ച് പരിപാലിക്കണം. 10 പൈസ തരണില്ല, ഇവിടെ ഈ കാക്കയെ തരണ. അതുകൊണ്ട് ഇവിടെ വൈപ്പുണ്ട്. ആർക്കെന്നാ
ഇയാൾക്ക് തന്നെ അയൽവക്കക്കാരന്റെ പേരിൽ അവിടെ അയാൾക്ക് പോയി പെട്ടോളൂ. ഇത് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഈ പടച്ചോനല്ലാതെ ഒരാളൊന്നും തരണില്ല. അല്ലാത്തൊരു പടച്ചോനില്ല ലോകത്ത്. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാൾ ഒരു പരമാണുവിന് ഒന്നും കൊടുക്കണില്ല. അതുകൊണ്ട് അവനെ അല്ലാതെ ഒരാൾ ആരാധിക്കാൻ പാടില്ല. എന്തിന് ആയാളുള്ളത്? ഞാൻ ആക്കണമെന്നോ മിന്ദൂനി അള്ളാഹിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ എന്തിനായ ഉണ്ടാവതിന്? എന്തെങ്കിലും ഒരു ആപത്ത് എനിക്ക് വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ എനിക്ക് ശുപാർശ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവുകയില്ല. എന്നെ രക്ഷപ്പെടുത്താൻ അവർക്കൊട്ട് കഴിയുകയുമില്ല. ഞാൻ ഏതെങ്കിലും ദൈവത്തിനെ ആരാധിച്ചാൽ അവർ ശഫാഅത്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചിട്ട് ആ ദൈവത്തിനോട് ശുപാർശ പറഞ്ഞിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യമില്ല. എന്ത് കാര്യമുള്ളത്? ഒന്നും കൂടെ നോക്ക്. ഞാൻ ആക്കുകയെന്നോ മിന്ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ. ഈ റഹ്മാനും അള്ളാഹു ഉദ്ദേശിച്ചാൽ, എനിക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ ബിളുരിൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ലാ തുഗ്നി അന്നി എന്നെ തൊട്ട് പരിഹാരമാവുകയില്ല. ഷഫാഅത്തും അവരുടെ ഷഫാഅത്ത് എനിക്കൊരു പരിഹാരമാവില്ല. കാരണം അള്ളാഹിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അമ്പിയാക്കൾ ഷഫാഅത്ത് ചെയ്യൂല എന്നല്ല പൊട്ടപ്പറഞ്ഞിന്റെ മയന. കാരണം ഇവരാരാ? ആലിഹത്തല്ലേ, ഇവർ ദൈവങ്ങളല്ലേ. ആ ദൈവങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്ക് അധികാരം ഇല്ല. പിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഇഷ്ടദാസന്മാർ ശുപാർശ ചെയ്യും, അത് ഇതിൽപ്പെട്ട വിഷയമല്ല. മനസ്സിലായില്ലേ? അവരിലേക്കല്ല ക്ഷണിച്ചത്. അവരാരിലേക്കാ? അള്ളാഹുവിലേക്ക്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർക്ക് ശുപാർശക്ക് അധികാരം ഉണ്ടാവും. ഇത് അള്ളാഹിലേക്ക് ക്ഷണിച്ചവരല്ല. ഇത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളായി ചമഞ്ഞവർക്ക് യാതൊരു ശഫാഅത്തിന് അധികാരവും ഇല്ല. ഈ ആയത്തൊക്കെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും ശഫാഅത്തില്ല പറഞ്ഞിട്ട്. അത് അന്തല്ലാത്തവർക്ക് അറബിയും തിരിയില്ല, മലയാളം തിരിയില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ? ഇതിനാണ് ഞങ്ങൾ ഇങ്ങനെ കൈവച്ചിട്ടാണ് പഠിച്ചാൽ എന്ന് പറഞ്ഞത്. ഇത് ഓതിയിട്ടൊന്നും ശഫാഅത്തിന് അധികാരമില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ കദ്ദാബ. കാരണം അവിടെ അതല്ല ഇവിടുത്തെ വിഷയം. അത്തഖിദു ഞാൻ ആക്കുകയോ മിന്ദൂനിഹി അള്ളാഹിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ. ഇലാഹ് ദൈവം, അതിന്റെ ബഹുവചനമാണ് എന്ത്? ആലിഹ. മനസ്സിലായില്ലേ? പിന്നെ 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 ഈ റഹ്മാൻ അള്ളാഹു എനിക്ക് എന്തൊരു നിസ്സാരപ്പെട്ട കാര്യം. ഈ റഹ്മാനും അള്ളാഹു തആല എനിക്ക് ഉദ്ദേശിച്ചാൽ ബിളുരിൻ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ ലാ തുഗ്നി അന്നി എന്നെ തൊട്ട് പരിഹാരമാവുകയില്ല. ശഫാഅത്തുഹും അവരുടെ ശുപാർശ ചെയ്യാൻ ഒരു നിലക്കും ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിൽ പോലും ഉപകരിക്കൂല. എന്നെ രക്ഷപ്പെടുത്താൻ അവർക്കൊട്ട് കഴിയൂല. പിന്നെ എന്തിനാണ് അവർക്ക് ആരാധിക്കുന്നത്? അപ്പൊ ആർക്കെ ആരാധിക്കേണ്ടതുള്ളൂ? അള്ളാഹുവിനെ മാത്രം. പിന്നെ അള്ളാഹ് അമ്പിയാക്കളെ ബഹുമാനിക്കുന്നു.